ആദരണീയരായ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ ആലോചനയുടെ പരമ്പരയിലെ മൂന്നാമതൊരു പ്രമേയമായിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ത്യാഗരാജൻ എന്ന പിതൃബിംബം കർണാടക സംഗീതത്തിൽ എങ്ങനെയാണ് സവിശേഷമായ ഒരു പദവിയിലേക്ക് എത്തിയത്, അതിന് ആധുനികത ജന്മം നൽകിയ വ്യക്തിബോധവുമായി വ്യക്തിസങ്കല്പവുമായി ഏതേത് തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത് എന്നീ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് മുഖ്യമായിട്ടും പറയാൻ മുതിരുന്നത്. ഇത് ഇന്നലെ സൂചിപ്പിച്ച പല ആശയങ്ങളുമായി കൂടിക്കലർന്നു പോവുകയും ചെയ്യും. നമ്മുടെ ക്ലാസിക്കൽ കലകൾ എന്ന സങ്കല്പം എങ്ങനെയാണ് ദേശീയത എന്ന ആശയവുമായി കൂടിയിണങ്ങി നിൽക്കുന്നത് എന്ന കാര്യം ഇന്നലെ ഞാൻ സാമാന്യം വിപുലമായി പ്രതിപാദിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞ പല ആശയങ്ങളും ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രമേയവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. അത് വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കുന്നത് നിങ്ങൾക്കും അലോസരാവും. വിഷയത്തിൻ്റെ സന്ദർഭത്തിൽ അതുകൂടി ചേർത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളോട് ബന്ധപ്പെടാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കാനേ കഴിയൂ. ഈ വിഷയത്തിലേക്ക് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ത്യാഗരാജ കൃതികളുടെ മൗലികമായൊരു സവിശേഷതയെ പ്രാഥമികമായി ഒന്ന് സ്പർശിക്കുകയുണ്ടായി. കേവല വർണ്ണനകളോ ദേവസ്തുതികളോ അല്ലെങ്കിൽ ഒരു മധ്യകാല മതബോധത്തിൻ്റെ ആവിഷ്കാരങ്ങളാകാവുന്ന രചനകളോ എന്നതിനപ്പുറം ഒരാധുനിക വ്യക്തിയുടെ ആന്തരിക ബോധ്യങ്ങളിലേക്ക് വലിയ തോതിൽ ത്യാഗരാജ കൃതികൾ കടന്നു പോകുന്നുണ്ട് എന്ന കാര്യം അതേക്കുറിച്ച് എഴുതുകയും ആലോചിക്കുകയും ചെയ്ത പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദിവ്യനാമ സങ്കീർത്തനങ്ങൾ പോലും അതേക്കുറിച്ച് പഠിച്ച ഒരു പ്രബന്ധത്തിൽ രചനാശങ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദിവ്യനാമ സങ്കീർത്തനങ്ങളിൽ പോലും 50ഓളം സ്ഥലങ്ങളിൽ ത്യാഗരാജൻ സ്വന്തം ആത്മാവിനെ തന്നെ അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ ഇൻറ്റേണാലിറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരുപക്ഷെ ഒരു ആധുനിക വ്യക്തി വരുമ്പോൾ തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് തൻ്റെ അന്ധക്കരണത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയും അതിലെ സംഘർഷങ്ങളെ അഭിസംബോധന ചെയ്യുകയും അതിനെ പ്രകാശിപ്പിക്കാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു മോഡേൺ ഇൻഡിവിജ്വൽ സെൻസിബിലിറ്റി, അതിനോട് പലതരത്തിൽ ഒത്തുപോകാവുന്ന രചനകൾ ത്യാഗരാജൻ്റെ എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങളിലും ഉണ്ട് എന്ന കാര്യം മുമ്പേ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അക്കാര്യമാണ് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. ഇതുപോലെ ഒരാധുനിക വ്യക്തിയുടെ ജീവിത ബോധ്യങ്ങളോടും അയാളുടെ അനുഭൂതി ഘടനയോടും അയാളുടെ ലോകവീക്ഷണത്തോടുമൊക്കെ പല നിലകളിൽ സംവദിക്കാൻ കെൽപ്പുള്ള ഒരു വാഗ്ഗേയകാരത്വം, ഒരു ഗായകത്വം ഒക്കെ ത്യാഗരാജ സംഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നും അതെന്തുകൊണ്ട് അങ്ങനെ കൈവരുന്നു എന്നതുമാണ് വാസ്തവത്തിൽ ഈ ആലോചനയിൽ ഞാൻ മുഖ്യമായിട്ടും പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു സാമൂഹിക സാംസ്കാരിക പ്രവണതയെ വിശദീകരിക്കാൻ നാം ആശ്രയിക്കുന്ന ആധാര സാമഗ്രികൾ നാം കണ്ടെത്തിയത് മാത്രമാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് നാം ഒരു കലാവസ്തുവിനെ വിശദീകരിക്കാൻ ആശ്രയിക്കുന്ന ഘടകങ്ങൾ 50 കൊല്ലം മുമ്പ് അതേ അളവിൽ തെളിയണം എന്നില്ല. ഇന്ന് തെളിയുന്നതിൽ നിന്ന് ഭിന്നമായ ഘടകങ്ങൾ മറ്റൊരു കാലത്ത് തെളിഞ്ഞു വരികയും ചെയ്യാം. അത് കലയുടെ ഭൗതികതയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഇന്നലെ ആരോ സംഭാഷണത്തെ സൂചിപ്പിച്ചതുപോലെ വായിക്കുന്ന ഒരു സമൂഹവും ചേർന്നാണ് ഒരു പാഠത്തെ രൂപപ്പെടുത്തുന്നത് എന്നതുപോലെ ഒരു കേൾവി സമൂഹം ഈ വാഗ്ഗേയകാരനെ രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കേൾവി സമൂഹം അവരുടെ ആശയാഭിലാഷങ്ങൾ, അവരുടെ അനുഭൂതി വിശേഷങ്ങൾ, ഇതൊക്കെ ഗായകനെ നിർമ്മിക്കുന്നതിലും ഗായികയെ നിർമ്മിക്കുന്നതിലും തിരിച്ചും ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു അന്യോന്യ പൂരകത്വം പാട്ടുകാരും വാഗ്ഗേയകാരന്മാരും കേൾവി സമൂഹവും തമ്മിലുള്ള ഒരു പരസ്പര പൂരകത്വം ഒരു വലിയ പ്രതിഭയെ രൂപപ്പെടുത്തുന്നതിൽ
ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നൊരു കാര്യം. ഞാൻ യേശുദാസിനെക്കുറിച്ചുള്ള ആലോചനയുടെ സന്ദർഭത്തിൽ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതേ വഴിയിലല്ലെങ്കിലും ഒരു നിലയ്ക്ക് എങ്ങനെയാണ് തൻ്റെ കാലസംഘർഷങ്ങളെ, അതിൻ്റെ അനുഭവ മൂല്യങ്ങളെ അഭിസംബോധന ചെയ്യുക വഴി ത്യാഗരാജൻ്റെ സംഗീതം സവിശേഷ സ്വഭാവം കൈവരിച്ചത് എന്നതിലേക്കാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം ഒരു കൗതുകം വേണമെങ്കിൽ തോന്നാവുന്നത്, ഒരു 20-ാം നൂറ്റാണ്ടിലെങ്കിലും വേണമെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം മുതൽക്ക് തന്നെ കർണാടക സംഗീത ചരിത്രത്തിലെ മറ്റെല്ലാ മഹാരഥികളെക്കാളും ഉയരത്തിൽ ത്യാഗരാജൻ പ്രതിഷ്ഠ നേടി തുടങ്ങുന്നുണ്ട്. 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന മുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും ത്യാഗരാജനും മാത്രമല്ല, പുരന്ദരദാസനെ പോലെ കർണാടക സംഗീതത്തെ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്ന വലിയ ഒരു ഗായക ബിംബം, വഗേയകാരൻ, പിന്നീട് നമ്മൾ വെങ്കടമഖിയെ പോലെ മേളകർത്ത പദ്ധതിയൊക്കെ തയ്യാറാക്കിയ ആളുകൾ, അങ്ങനെ ധാരാളം പേരെ നമ്മൾ കാണുന്നു. പക്ഷെ ഇവരാരും ത്യാഗരാജന് തുല്യമായ ഒരു പദവിയിൽ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് പിതൃബിംബം എന്ന് പറയുന്നത് ഇന്ന് കർണാടക സംഗീതത്തിന് അങ്ങനെ ഒരു ഫാദർ ഫിഗറിനെ ആലോചിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും അവസാനം രൂപപ്പെട്ട, ഇപ്പം കാലപരമായി നോക്കിക്കഴിഞ്ഞാൽ ത്യാഗരാജൻ 1767 മുതൽ 1847 വരെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ത്യാഗരാജസ്വാമികൾക്ക് 22 വയസ്സാണ്. വാസ്തവത്തിൽ കാലപരമായി നോക്കിയാൽ ത്യാഗരാജസ്വാമികൾ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അദ്ദേഹം വളരെ ആധുനികമായൊരു കാലത്തിൽ, എർലി മോഡേൺ എന്ന് വിളിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ്. 1847 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് മാർസ് 4 ഗ്രന്ഥങ്ങളെങ്കിലും എഴുതി കഴിഞ്ഞു. കാലപരമായി നോക്കിയാൽ എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സ്, ജർമ്മൻ ഐഡിയോളജി, ഹെഗലിനെ കുറിച്ചുള്ള പഠനങ്ങൾ എഴുതുന്നു. ത്യാഗരാജൻ മരിച്ചതിൻ്റെ പിറ്റേ വർഷമായിരിക്കും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തു വന്നിട്ടുണ്ടാവുക. ഞാനൊരു കാലപരമായ ഒരു സവിശേഷത ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പൊതുവിൽ നമ്മൾ ത്യാഗരാജസ്വാമികൾ എന്നൊക്കെ പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ജീവിച്ചിരുന്ന, അതിൻ്റെ മൂല്യങ്ങളെ എങ്ങനെയെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരാളാണെന്നോ ഒന്നും മനസ്സിലാവില്ലല്ലോ. ബിഥോവൻ വാസ്തവത്തിൽ ത്യാഗരാജന് ശേഷം ജനിച്ച ഒരാളാണ്. 1770 ബിഥോവൻ ജനിക്കുന്നത്. അദ്ദേഹം ത്യാഗരാജൻ മരിക്കുന്നതിന് 20 കൊല്ലം മുമ്പേ അന്തരിക്കുകയും ചെയ്തു. ഇപ്പം പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ചരിത്രത്തിലെ ആധുനികതയിലേക്കുള്ള വലിയ തിരിവാണല്ലോ ബിഥോവൻ. അത് ത്യാഗരാജന് മുമ്പേ അദ്ദേഹം ജീവിച്ചു മരിച്ചു എന്നതും വേണമെങ്കിൽ നോക്കാം. ത്യാഗരാജൻ്റെ ജീവിതകാലത്ത് ഇന്ത്യയിലെ സംഭവങ്ങൾ നോക്കിയാൽ ഇപ്പോൾ വേണമെങ്കിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രാജാ റാംമോഹൻ റായ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് 1829 അല്ലെങ്കിൽ സതി നിരോധനം 1828. അങ്ങനെ പലതും. അല്ലെങ്കിൽ മെക്കാളെ പ്രഭു അദ്ദേഹത്തിൻ്റെ മെക്കാളെ മിനിറ്റ്സ് വിദ്യാഭ്യാസ നയം തയ്യാറാക്കുന്നത് 1835. ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത് 1837. ഈ കാലത്തൊക്കെ ത്യാഗരാജൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക പ്രതീതിയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലവും തമ്മിൽ വലിയ അകലമുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കൊളോണിയൽ ആധുനികതയുടെ ഘട്ടത്തിൽ തഞ്ചാവൂര്, ടിപ്പു സുൽത്താൻ മറ്റേ ബ്രിട്ടീഷ് അധികാരികൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞതിന് ശേഷം തഞ്ചാവൂരടക്കമുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വിധേയമായി കഴിഞ്ഞ ഒരു കൊളോണിയൽ അധിനിവേശത്തിൻ്റെ നടുവിലാണ് ത്യാഗരാജൻ ജീവിച്ചിരുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന തഞ്ചാവൂരാണെങ്കിൽ ശരഭോജി മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ശരഭോജി അവിടെയുണ്ട്. ശരഭോജി നമ്മൾ കാണുന്ന ഇന്ത്യയിലെ രാജാക്കന്മാരിൽ കൊളോണിയൽ ആധുനികതയോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അദ്ദേഹം വളരെ ആധുനികനായ, ഇംഗ്ലീഷ് അറിയുമായിരുന്ന, കുതിരസവാരി അറിയുമായിരുന്ന, പിയാനോ വായിക്കാൻ അറിയുമായിരുന്ന, ഗാർഡിയൻ പത്രം സ്ഥിരമായിട്ട് വായിച്ചിരുന്ന, ആദ്യമായിട്ട് ഇന്ത്യയിലൊരു ലൈബ്രറി സ്വന്തം നിലയിൽ കൊട്ടാരത്തിൽ സ്ഥാപിച്ച, നമ്മുടെ കർണാടക സംഗീതത്തിനൊരു പാശ്ചാത്യമായ നൊട്ടേഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച, തൻ്റെ സൈന്യത്തിന് പാശ്ചാത്യ മാതൃകയിലൊരു
മാർച്ചിങ് ട്യൂൺ സ്വന്തം നിലയിൽ കമ്പോസ് ചെയ്ത ഒരാളായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ വെസ്റ്റേൺ മാതൃകയിലൊരു മാർച്ചിങ് ട്യൂൺ കമ്പോസ് ചെയ്യുന്നത് ശരഭോജിയാണ്, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരഭോജിയുടെ കാലം, തഞ്ചാവൂരിലെ ബ്രിട്ടീഷ് അധിനിവേശം, ആധുനികതയുടെ ധാരാളമായ അടയാളങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം അടക്കമുള്ള ലോക സംഭവങ്ങൾ, ഇതെല്ലാം ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ ത്യാഗരാജൻ്റെ ജീവിതകാലം വാസ്തവത്തിൽ ഒരു ഏർലി മോഡേൺ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന മധ്യകാല നാടുവാഴിത്തത്തിൽ നിന്നും രാജവാഴ്ചയിൽ നിന്നും ആധുനികതയിലേക്കുള്ള സുപ്രധാനമായൊരു ട്രാൻസിഷൻ്റെ ഫേസിലാണ് അദ്ദേഹം ചരിത്രപരമായി നിലകൊള്ളുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് ത്യാഗരാജസ്വാമികൾ എന്ന ഔപചാരികമായ പ്രതീതിയിലോ അദ്ദേഹത്തിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ത്യാഗരാജോത്സവത്തിലോ അദ്ദേഹത്തെ മുൻനിർത്തുന്ന അവതരണങ്ങളിലോ ഒന്നും ഇങ്ങനെ ഒരു ആധുനികതയുടെ പടിവാതുക്കൽ ജീവിച്ച ഒരാളാണ്. അപ്പോഴേക്കും വെസ്റ്റേൺ നൊട്ടേഷൻ സമ്പ്രദായങ്ങളടക്കം പാശ്ചാത്യ സംഗീതത്തിൻ്റെ പല സമ്മർദ്ദങ്ങളും വാസ്തവത്തിൽ നമ്മുടെ സംഗീത സംസ്കാരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു എന്ന നിലയിലൊന്നും നമുക്ക് ത്യാഗരാജസ്വാമികളെ കാണാൻ പറ്റില്ല. ത്യാഗരാജസ്വാമികൾ എന്നല്ലാതെ ത്യാഗരാജൻ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കുറ്റകൃത്യമായി കഴിഞ്ഞൊരു കാലത്താണ്. ഞാനൊരു ലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ട് ചില ആളുകളൊക്കെ വളരെ ദേഷ്യം പിടിക്കുകയുണ്ടായി. ത്യാഗരാജസ്വാമികൾ എന്നല്ലേ പറയേണ്ട, അദ്ദേഹം ജീവിതാന്ത്യകാലത്ത് സന്യാസം സ്വീകരിച്ചു എന്ന അർത്ഥത്തിലാണ് ത്യാഗരാജസ്വാമികൾ എന്ന് പറയുന്നത്. മുത്തുസ്വാമി ദീക്ഷിതരായാലും ശ്യാമശാസ്ത്രി ആയാലും അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് നമുക്കറിയാം. ശ്യാമശാസ്ത്രി ത്യാഗരാജസ്വാമികൾക്ക് മുമ്പാണ് 1762 ജനിച്ച് 1827 അദ്ദേഹം അന്തരിച്ചു. മുത്തുസ്വാമി ദീക്ഷിതരാകട്ടെ 1775 പിറന്ന് 1834 അന്തരിച്ചു. അങ്ങനെ കവിഞ്ഞു നിൽക്കുന്ന 18ഉം 19ഉം നൂറ്റാണ്ടുകളുടെ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുമായി ഇന്ത്യ കൊളോണിയൽ അധിനിവേശത്തിലേക്ക് കീഴ്പ്പെട്ടു തുടങ്ങുകയും അതുവഴി ആധുനികതയുടെ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളിലും ശക്തമാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് വാസ്തവത്തിൽ അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ ചരിത്രപരമായ ഈ ജീവിത മുദ്രയെ മിക്കവാറും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നമ്മൾ തേച്ചുമാച്ച് കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു കാലാതീതനായ ചരിത്ര പുരുഷനെ പോലെയാണ് ഇന്ന് കർണാടക സംഗീതത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ ചില എഴുത്തുകാരങ്ങനെയാണ്, അവർ ജീവിച്ച കാലത്തിൻ്റെ അടയാളങ്ങൾക്കപ്പുറത്തേക്ക് അവരിങ്ങനെ വളർന്നു വരികയും ചിലപ്പോൾ അവർ പുറോട്ട് പോയിട്ട് അവർ ഏതോ അതീത ഭൂതകാലത്തിൽ പിറവിയെടുത്തവരാണ് എന്നൊരു തോന്നൽ ഉളവാക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സങ്കീർണമായ, ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ ഒരു 10,000 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രണ്ടാം നഗരവിപ്ലവം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉത്തരഭാരതത്തിലും പിന്നാലെ ദക്ഷിണേന്ത്യയിലുമൊക്കെ അരങ്ങേറിയ ചെറുതും വലുതുമായ പരിവർത്തനങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ പൊതുവെ ദീർഘമായൊരു മധ്യകാലത്തിൻ്റെ മതാത്മക ഘടനയിൽ നിന്ന് ഇന്ത്യ വെട്ടിത്തിരിയുന്നൊരു കാലമാണ് 18ഉം 19ഉം നൂറ്റാണ്ടുകൾ. അതുവരെയുള്ള കാലം സ്തബ്ധമായിരുന്നു എന്നൊന്നുമല്ല, അങ്ങനെയൊക്കെ വാദിക്കാൻ ചില ശ്രമങ്ങൾ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. അതൊന്നും വസ്തുതാപരമല്ല, ഒട്ടുമേ വസ്തുതാപരമല്ല. ഇപ്പോൾ നിശ്ചല ഗ്രാമീണ സമൂഹങ്ങൾ എന്നൊക്കെ ഇന്ത്യയെക്കുറിച്ച് മാർക്സടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തെറ്റായിരുന്നു. നിശ്ചയമായിട്ടും ഇന്ത്യക്ക് ആഭ്യന്തരമായ ചലനാത്മകതയുണ്ടായിരുന്നു. വളരെ സജീവമായ ഒരു വാണിജ്യ സമൂഹം ഇന്ത്യയിൽ വികസിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും റെയിൽവേയും കമ്പിത്തപാലും അതുപോലെ ആധുനികമായ അച്ചടിയും അതുപോലെ ആധുനിക സൈനിക സംവിധാനങ്ങളും അതുപോലെ വെടിമരുന്നും ഒക്കെയായിട്ട് കോളനി അധികാര രംഗത്തെത്തിയതോടെ ഏതാണ്ടൊരു ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചൊരു 1000-1200 കൊല്ലക്കാലം ഏറിയും കുറഞ്ഞും ഇങ്ങനെ സമാന പ്രകൃതത്തിൽ നിലനിന്ന ജീവിത ഘടനകളിൽ വമ്പിച്ച ഒരു വെട്ടിത്തിരിയൽ അരങ്ങേറുന്നൊരു ഘട്ടമാണ് ഈ 18-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടും. പ്രത്യേകിച്ച് 1757 പ്ലാസി യുദ്ധം,
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിളിക്കുന്ന കലാപം. ഈ 100 കൊല്ലങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഘടന ആകമാനം മറിഞ്ഞു. ആകമാനം മറിഞ്ഞതിൻ്റെ തോത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ അക്ബറുടെ കാലത്ത് ആഗോള കമ്പോളത്തിൽ ഇന്ത്യയുടെ പങ്ക് ഏതാണ്ട് 24% 1947 ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകുമ്പോൾ അത് ഏതാണ്ട് 1.4%. ആ നിലയിലുള്ള മാറ്റം നമ്മളിപ്പോൾ പലപ്പോഴും കൊളോണിയൽ അധിനിവേശം എന്ന് പറയുന്നതിനെ നിരന്തരം പറയുന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കില്ല. അമ്മാതിരിയുള്ള ഭീമാകാരമായ ഒരു അധിനിവേശത്തിന് ഇന്ത്യ ഇരയായിത്തീരുകയും അതേസമയം തന്നെ ഈ അധിനിവേശം നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും അതുവരെ ഉണ്ടായിരുന്ന ഗതിക്രമങ്ങളിൽ നിന്ന് പൊളിച്ചു പണിയുകയും ചെയ്തൊരു കാലമാണ്. അതുകൊണ്ട് ഈ കാലത്തിൻ്റെ സങ്കീർണത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രം 1500 കൊല്ലത്തിനിടയിൽ ഇത്രയും സംഘർഷനിർഭരമായ ഒരു കാലത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. ഈ കാലത്തിൻ്റെ നടുവിലാണ് ഇദ്ദേഹം ജീവിച്ചത് എങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ, അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീതികളിൽ പൊതുവിൽ ഈ കാലമുദ്രകളൊന്നും ഇല്ല. മുത്തുസ്വാമി ദീക്ഷിതരെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് നോട്ട് സംഗീതത്തെക്കുറിച്ചും ഒക്കെ ആയിട്ട് ഇതിനേക്കാൾ കൂടുതൽ പലതരത്തിലുള്ള നോട്ട് സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മുദ്രകൾ വഴി നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ ചേർത്ത് മനസ്സിലാക്കേണ്ടത്. ത്യാഗരാജൻ അങ്ങനെയല്ല, ഒരു അലൗകിക പരിവേഷമുണ്ട്. അദ്ദേഹം സ്വീകരിച്ച സന്യാസമാർഗം, പിന്നെ ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഇവിടെ നേരത്തെ ആലപിച്ച കൃതിയിലൊക്കെ ചോദിച്ചതുപോലെ ധനത്തെയും നിധിജാല സുഖമ എന്ന് പറഞ്ഞ് തന്നെ സമ്പൂർണമായിട്ട് പരിത്യജിക്കുന്ന ഒരു സ്വയം സമർപ്പണത്തിൻ്റെ വഴി, അത് പിന്നീട് ത്യാഗരാജനെക്കുറിച്ച് എഴുതപ്പെട്ട ജീവചരിത്രങ്ങളിലൊക്കെ ജീവചരിത്രം എന്നതിന് പകരം ഹാഗിയോഗ്രാഫി എന്ന് പറയാവുന്ന വിശുദ്ധചരിതങ്ങളുടെ ഒരു വഴിയിലേക്ക് പോയി അലൗകികമായ ഒരു പരിവേഷത്തിലേക്ക് കഴിഞ്ഞൊരു 150 കൊല്ലം കൊണ്ട്, 150 കൊല്ലം പോലും പറയണമെന്നില്ല, ഒരു 100-120 കൊല്ലം കൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ? ഇത് ആസൂത്രിതമായി ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുന്നതാണോ? അങ്ങനെയല്ല, മറിച്ച് ഇങ്ങനെ ഒരു പരിവേഷത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ഒരു തരത്തിൽ കർണാടക സംഗീതത്തിൻ്റെ ഒരു മാതൃകാരൂപം പോലെ ഉറയ്ക്കുകയും ചെയ്തതിന് മറ്റ് ചില കാരണങ്ങളുണ്ട്. ത്യാഗരാജ സംഗീതത്തിൽ തന്നെ അതിന് വേരുകളുണ്ട്. ഒപ്പം തന്നെ ത്യാഗരാജ സംഗീതത്തെ അതിന് പ്രാപ്തമാക്കുന്ന മട്ടിലുള്ള സാമൂഹികമായ ചില കാരണങ്ങളും ഉണ്ട്. ഇതിലൊന്നാമതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നില്ല, നിങ്ങളുടെ ഓർമ്മയിൽ വേണമെന്ന് ഞാൻ പറയുന്നു. ദേശീയ പ്രസ്ഥാനവും ക്ലാസിക്കൽ കലകളും തമ്മിലുള്ള ബന്ധങ്ങളാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു ഭാരതീയമെന്ന് വിളിക്കാവുന്ന കലകൾക്ക് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. പലതരത്തിൽ ചെതറിക്കിടക്കുന്ന പാരമ്പര്യങ്ങളിൽ നിന്നൊരു ഏകീകൃത പാരമ്പര്യത്തെ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സത്താപരമായി ഭാരതീയമെന്ന് വിളിക്കാവുന്ന രൂപങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു. ഇപ്പോൾ വള്ളത്തോളിൻ്റെ നേതൃത്വത്തിലെ കലാമണ്ഡലം ഉണ്ടാകുന്നു, കഥകളിയെയും മോഹിനിയാട്ടത്തെയും അങ്ങനെ ചിട്ടപ്പെടുത്തുന്നു. അബനീന്ദ്രനാഥ് ടാഗോറിനെ പോലെ ഒരാൾ ബംഗാൾ സ്കൂൾ എന്ന പേരിൽ രാജാ രവിവർമ്മയ്ക്കെതിരെ, രവിവർമ്മയും കമ്പനി സ്കൂളും ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുവന്ന കൊളോണിയൽ ബന്ധമുള്ള ചിത്രകലയ്ക്കെതിരെ തികച്ചും തദ്ദേശീയമെന്ന് പറയാവുന്ന ഒരു ചിത്രഭാഷ രൂപപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ഇതിലുള്ളൊരു വൈരുദ്ധ്യം ഞാൻ നാളെ വിശദമായിട്ട് പറയാം. ബംഗാൾ സ്കൂളാണ് ട്രൂലി ഇന്ത്യൻ എന്ന് പറഞ്ഞിരുന്നെങ്കിലും വാസ്തവത്തിൽ ബംഗാൾ സ്കൂളിനെ നിർണയിച്ചത് 3 പ്രധാന കലാകാരന്മാരാണ്, അല്ലെങ്കിൽ കലാകൃത്തുകളാണ്. ഒന്ന് ആനന്ദകുമാരസ്വാമിയാണ്, അദ്ദേഹം സിലോൺകാരനാണ്. 2 EB ഖാവേലാണ്, മൂപ്പര് ബ്രിട്ടീഷുകാരനാണ്. 3 ഒക്കാക്കുറ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ചിത്രകാരനാണ്. ഇവർ 3 പേരും ചേർന്നുണ്ടാക്കിയ സമ്പ്രദായമാണ് വാസ്തവത്തിൽ ഈ ബംഗാൾ സ്കൂളിൻ്റെ ആധാരമായി തീർന്നത്. പക്ഷെ ഇതാണ് ഇന്ത്യൻ എന്ന് അക്കാലത്ത് വലിയ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. ബംഗാൾ സ്കൂൾ ഏതാണ്ട് ഒരു 910 മുതൽ 905-10 മുതൽ സ്വദേശി ബംഗാൾ വിഭജനം ഉണ്ടല്ലോ, അതിനുശേഷം ഏതാണ്ടൊരു 20-25 വർഷക്കാലം ബംഗാൾ സ്കൂളായിരുന്നു ചിത്രകലയിലെ ഒരു ഭാരതീയതയുടെ വലിയ മാതൃകയായിട്ട് മാറിയത്.
അതുപോലെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വിഷ്ണു ദിഗംബർ പലുസ്കർ, അദ്ദേഹം ഹിന്ദുസ്ഥാനിയെ അതിൻ്റെ പരമ്പരാഗത വഴികളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഗന്ധർവ മഹാവിദ്യാലയങ്ങൾ സ്ഥാപിച്ച് അതിനെ ചിട്ടപ്പെടുത്തുന്നു, രുക്മിണി ദേവി ഭരതനാട്യത്തെ വ്യവസ്ഥപ്പെടുത്തുന്നു, മദ്രാസ് മ്യൂസിക് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരു ക്ലാസിക്കൽ ഫോർമാറ്റിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ ഈ കാലത്ത് നടക്കുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനവൽകൃതമായ വ്യവസ്ഥാപിതമായ കലയ്ക്ക് വേണ്ടി, ഭാരതീയ കലയ്ക്ക് വേണ്ടിയുള്ള താല്പര്യങ്ങളുടെ പിന്നിലെ പ്രേരണ എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ അതിൽ കലാചിന്തകന്മാർ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ഫ്യൂഡൽ പാരമ്പര്യങ്ങളിൽ നിന്നും മധ്യകാല നാടുവാഴിത്തത്തിൽ നിന്നും അതിൻ്റെ സംരക്ഷകത്വത്തിൽ നിന്നുമൊക്കെ കലയെ മോചിപ്പിക്കുക. ഭൂപ്രഭുത്വത്തിൻ്റെയും രാജവാഴ്ചയുടെയും പിടിയിൽ നിന്ന്, അവരുടെ ഒരു തരത്തിലുള്ള ഭോഗലാലസതയിൽ നിന്നും കലയെ പുറത്തു കൊണ്ടുവന്ന് കലയ്ക്ക് അതിൻ്റേത് മാത്രമായ ഒരു സ്വയം പര്യാപ്ത ലോകം ഉണ്ടാക്കി കൊടുക്കുക. വാസ്തവത്തിൽ ആധുനികത കലയിൽ നിറവേറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന് അതിനെ ഒരു സ്വയം പര്യാപ്ത വസ്തുവാക്കി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കലാവസ്തുക്കൾ മുമ്പുണ്ട്, പക്ഷേ അവ കലയായിട്ടാണ് നാം ഇന്നറിയുന്ന രൂപത്തിലുള്ള കലാവസ്തുവായിട്ടല്ല. ഇപ്പം അമ്പലച്ചുമരിലുള്ളൊരു ചിത്രമായിട്ടല്ല, മറിച്ച് ഭക്തിയായിട്ടാണ്. ഇപ്പോൾ സാഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ഘട്ടത്തിൽ നമ്മുടെ ടെറി ഗിൽട്ടൺ പറയുന്നൊരു കാര്യമുണ്ട്. എപ്പോഴാണ് ഈ ഷേക്സ്പിയർ ബ്രിട്ടൻ്റെ ഒരു ദേശീയ പാരമ്പര്യമായി മാറിയത്? അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഗ്ലോ സാക്സൺ മതത്തിന് ബ്രിട്ടനെ കൂട്ടിയിണക്കി നിർത്തി ഒരു നാഷണൽ ഐഡൻറ്റിറ്റി ആവാനുള്ള കെൽപ്പ് നഷ്ടപ്പെട്ടു തുടങ്ങിയ സമയത്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബ്രിട്ടീഷ് ഐഡൻറ്റിറ്റിയുടെ ആധാരമായതെന്നാണ്. കാരണം മുഴുവൻ ഇംഗ്ലീഷുകാർക്കും ബ്രിട്ടീഷുകാർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു നാഷണൽ ഐക്കൺ ഏതാണെന്ന് ചോദിച്ചാൽ മുമ്പ് മതമായിരുന്നു. പക്ഷെ 19-ാം നൂറ്റാണ്ട് പകുതിയായപ്പോൾ മതത്തിന് ഈ ഫംഗ്ഷൻ പറ്റില്ല. ഡാർവിൻ വന്നു, കലാപങ്ങൾ വരുന്നു, വ്യവസായ വിപ്ലവം വരുന്നു, ദൈവത്തെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഏർപ്പാടായി ഇത്. അപ്പോൾ പിന്നെ മനുഷ്യരെ മുഴുവൻ കൂട്ടി നിർത്താനായിട്ട് എന്താണ് വഴി എന്നാലോചിക്കുമ്പോൾ തർക്കരഹിതമായ ഒരു പാരമ്പര്യമായിട്ട് വാസ്തവത്തിൽ ഷേക്സ്പിയർ എമർജ് ചെയ്തു. ഞാൻ ഷേക്സ്പിയർ മോശം എഴുത്തുകാരനാണെന്നല്ല കേട്ടോ പറയണത്, മറിച്ച് ഷേക്സ്പിയറുടെ ചരിത്രപരമായ ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ബ്രിട്ടീഷ് ഐഡൻറ്റിറ്റിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ട്. പിന്നെ ഷേക്സ്പിയർ എന്തുകൊണ്ട് വിശ്വസാഹിത്യകാരനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയലിസം കൊണ്ടാണ്. അപ്പം ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഷേക്സ്പിയർ പഠിക്കാതെ ഡിഗ്രി പാസ്സാവാൻ പറ്റില്ലല്ലോ. മാക്ബത്തോ ഹാംലെറ്റോ നമ്മുടെ കൊടുക്ക, ഒഥല്ലോയോ ഒക്കെ ആയിട്ട് നമ്മുടെ കൊടുക്ക, അതില്ലാതൊരു നിവൃത്തിയില്ല. ഷേക്സ്പിയറെ കൊണ്ടാണല്ലോ എല്ലാവരും അളക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. കാളിദാസനെ കുറിച്ച് പറയുക ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണല്ലോ. അങ്ങനെ അളന്നളന്ന് ഈ ഷേക്സ്പിയർ പ്രതിഭ എന്ന് പറയുന്നത് വെറുതെ ഒരു സാഹിതീയ പ്രതിഭയല്ല, അത് നാഷണൽ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട, പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയലിസമായിട്ട് ബന്ധപ്പെട്ട ഇമ്പീരിയലിസത്തിൻ്റെ സാർവലൗകിക മഹിമയോട് ബന്ധപ്പെട്ട ഒരാശയവ്യവസ്ഥയായിട്ട് മാറുകയും ഷേക്സ്പിയറെ വായിച്ചും വിശദീകരിച്ചും അമ്മാതിരി പഠനങ്ങൾ, ഷേക്സ്പിയർ ഇൻഡസ്ട്രി എന്ന് തന്നെ അത് പിന്നീട് അറിയപ്പെടുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ യൂറോപ്പിലുണ്ടായിരുന്നൊരു ഫലിതം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രാഡ്ലി എന്ന് പറഞ്ഞിട്ട് AC ബ്രാഡ്ലി എന്ന് പറഞ്ഞ് വലിയൊരു നിരൂപകൻ ഷേക്സ്പിയർ പഠിതാവായിട്ട് വന്നു. അപ്പോൾ മൂപ്പര് ഷേക്സ്പീരിയൻ ട്രാജഡി എന്ന് പറഞ്ഞിട്ട് മാക്ബത്ത്, ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ, ഇത് 4 ചേർത്ത് വെച്ച് ഗംഭീരമായൊരു പഠനം തയ്യാറാക്കി. അപ്പോൾ അത് സർവകലാശാലകളിലൊക്കെ പാഠപുസ്തകമായി എല്ലാവരും അത് വായിച്ച് ഷേക്സ്പിയറെ മനസ്സിലാക്കി. അപ്പോൾ അക്കാലത്തുണ്ടായ ഒരു ഫലിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷേക്സ്പീരിയൻ ട്രാജഡിയെക്കുറിച്ചുള്ള ഒരു MA പേപ്പർ ഷേക്സ്പിയർ എഴുതിയാൽ പാസ്സാവില്ലായിരുന്നു. കാരണം ബ്രാഡ്ലി വായിച്ചിട്ടില്ല. ബ്രാഡ്ലി വായിക്കാതെ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. അതിപ്പോൾ ഇപ്പോഴും കേട്ടോ, ഇപ്പോൾ കുമാരനാശാനെ കുറിച്ച് നമ്മൾ പറയണതൊക്കെ കുമാരനാശാൻ അറിയുമായിരുന്നു എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. അതിലൊരു ശരിയുണ്ട് കേട്ടോ. കാരണം ഒരു എഴുത്തുകാരൻ ഒരു വാക്കുപയോഗിക്കുമ്പോൾ, ഒരു കാവ്യരൂപം ഉണ്ടാക്കുമ്പോൾ, വാസ്തവത്തിൽ അയാൾ ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്ന് ആശയാവലികളെയും പദകോശത്തെയും രൂപസംവിധാനത്തെയും ഒക്കെ ചേർത്ത് വയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരർത്ഥം ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാമെന്നല്ലാതെ ഞാൻ ഉദ്ദേശിക്കാത്തതൊന്നും ഉണ്ടാകരുതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ചില എഴുത്തുകാർ പറയാറുണ്ട് ഇങ്ങനെ, അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് അവരോട് പറയാനുള്ളത് ഉദ്ദേശിക്കാൻ അയാളോട് നമ്മൾ പറഞ്ഞിട്ടുമില്ല. നമുക്ക് ഉദ്ദേശിക്കുന്നതിന് പക്ഷെ ഒരു തടസ്സമില്ല.
വാക്ക് ചരിത്രത്തിൽ ഇങ്ങനെ, വാക്ക് മാത്രമല്ല രൂപ സംവിധാനങ്ങൾ ഒക്കെ. ഇപ്പം കലയുടെ രൂപം എന്ന് പറയുന്നത് ചെറിയ കളിയല്ല. ഇപ്പം ഷേക്സ്പിയറെ കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ പറയാം, നമ്മുടെ ഹാംലെറ്റിനെ കുറിച്ച് എലിയറ്റ് ഉയർത്തിയ വലിയ വിമർശനമുണ്ടല്ലോ. ഹാംലെറ്റ് ഒരു പരാജയപ്പെട്ട നാടകമാണെന്ന് എലിയറ്റ് കരുതുന്നു. കാരണം ഹാംലെറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആന്തരിക സംഘർഷത്തെ ഉൾക്കൊള്ളാൻ പോന്ന മട്ടിലുള്ളൊരു രൂപ സംവിധാനം ഹാംലെറ്റിനില്ല. അദ്ദേഹം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് വിളിക്കുന്നത് ഈ രൂപ സംവിധാനത്തെയാണ്. അപ്പം ഹാംലെറ്റിൻ്റെ പ്രമേയപരമായ സംഘർഷവും ഹാംലെറ്റിൻ്റെ രൂപ സംവിധാനവും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ഹാംലെറ്റ് ഒരു പരാജയപ്പെട്ട കൃതിയാണ് എന്ന് എലിയറ്റ് കരുതുന്നു. കുറേയേറെ കാലം കഴിഞ്ഞ് അമേരിക്കയിലെ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള ഫെഡറിക് ജെയിംസൺ ഈ വിഷയത്തെക്കുറിച്ച് മറ്റൊരു നിലയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. ജെയിംസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഹാംലെറ്റിൻ്റെ പ്രശ്നം? ഹാംലെറ്റിൻ്റെ പ്രശ്നം എലിയറ്റ് കരുതിയതുപോലെ ഷേക്സ്പിയറുടെ പ്രതിഭയുടെ പ്രശ്നമല്ല. മറിച്ച് ഹാംലെറ്റ് നാടകത്തിൻ്റെ രൂപപരമായ ഘടന ഷേക്സ്പിയർ സ്വീകരിക്കുന്നത് മിഡീവൽ റിവെഞ്ച് ട്രാജഡി എന്നാണ്, മധ്യകാലത്തെ ദുരന്ത പ്രതികാരങ്ങളിൽ നിന്നാണ്. അതായത് ഏതാണ്ട് പറ്റബോധമുള്ള മനുഷ്യരും അവരുടെ സംഘർഷങ്ങളും, എളുപ്പം മനസ്സിലാവാൻ ഞാൻ പറഞ്ഞാൽ നമ്മുടെ വടക്കമ്പാട്ടിലെയൊക്കെ നായികന്മാരെ പോലെയുള്ള ആന്തരികതയിൽ വലിയ വേരൊന്നുമില്ലാത്ത താരതമ്യേന പ്രത്യക്ഷമായ ഒരു ഭൗതിക പ്രകൃതത്തിൽ മാത്രം നിൽക്കുന്ന കഥാപാത്രങ്ങൾ, ഇത്തരത്തിലുള്ള മിഡീവൽ റിവെഞ്ച് ട്രാജഡിയുടെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രൂപഘടനയാണ് ഈ ഹാംലെറ്റിൻ്റേത്. പക്ഷേ ഹാംലെറ്റ് കുമാരൻ്റെ മനസ്സ് വളരെ ആധുനികമാണ്, വളരെ ആധുനികമാണ്. ഒരു ആധുനിക വ്യക്തിയുടെ എല്ലാ അന്തസംഘർഷങ്ങളും അതിലുണ്ട്. അപ്പോൾ മധ്യകാല റിവെഞ്ച് ട്രാജഡിയുടെ പ്രതികാര ദുരന്ത നാടകത്തിൻ്റെ താരതമ്യേന സ്തബ്ധമായ രൂപഘടനയും ആധുനിക വ്യക്തിബോധത്തിൻ്റെ അങ്ങേയറ്റം സംഘർഷാത്മകമായ ഭാവുകത്വവും അനുഭവലോകവും, ഇവ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് വാസ്തവത്തിൽ ഹാംലെറ്റിൻ്റെ പ്രോബ്ലം എന്നാണ് ഈ ജെയിംസൺ പറയുന്നത്. അതല്ലാതെ അത് ഷേക്സ്പിയറുടെ സ്വകാര്യ പ്രതിഭയുടെ പരാജയമോ വിജയമോ അല്ല. പഴയ ഒരു രൂപ സംവിധാനത്തിലേക്ക് പുതിയൊരു അനുഭവഘടനയെ കൂട്ടിയിണക്കാൻ ശ്രമിക്കുമ്പോൾ രൂപവും അനുഭവവും തമ്മിലുള്ള സംഘർഷം മറ്റൊരു നിലയിൽ തെളിയും. ഇപ്പോൾ കുമാരനാശാൻ്റെ കവിത നോക്കിയാൽ നിങ്ങൾക്കറിയാം, കുമാരനാശാൻ ജീവിച്ചിരുന്ന കാലത്ത് പലരും കരുതിയിരുന്ന ആശാന് കവിത എഴുതാൻ അറിഞ്ഞുകൂടാന്നാണ്. കാരണം ഈ അർത്ഥമില്ലാത്ത വാക്കുകൾ ഇങ്ങനെ കോരി നിറയ്ക്കുമല്ലോ, ഹാ പുഷ്പമേ, അഹഹ, ഹന്ത, ഐ എന്നൊക്കെ. അപ്പം അന്ന് ചില നിരൂപകരെങ്കിലും പറഞ്ഞിരുന്നത് ഈ വൃത്തം തയ്ച്ച് എഴുതാൻ പറ്റാണ്ടാവുമ്പോൾ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഹാ ഹാ എന്ന് എഴുതി വെക്കുന്നതാണെന്നാണ്. വാസ്തവത്തിൽ അതല്ല, ഒരു പുതിയ അനുഭവമണ്ഡലം പറഞ്ഞിരിക്കുന്നു. ആ പുതിയ അനുഭവമണ്ഡലത്തെ നിലനിൽക്കുന്ന ഭാഷാസ്വരൂപത്തിൽ പ്രകാശിപ്പിക്കാൻ കഴിയാതാകുന്നതോടെ ഭാഷയുടെ പുതിയൊരു ഘടന വരികയാണ്. അതൊരു പക്ഷേ ആ കാലത്തിന് തിരിയില്ല, പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഹാ പുഷ്പമേ, വാസ്തവത്തിൽ മലയാളത്തിൽ വേറൊരു കവിതയില്ല ഈ നിലയിൽ തുടങ്ങുകയാണ്, ഹാ പുഷ്പമേ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര കോൺട്രഡിക്ഷൻസ് ആണല്ലോ. ഔപനിഷദോക്തികൾ തന്നെ ശാന്തി നൽകും എന്ന് പറഞ്ഞ് നിർത്തി 41-ാം ശ്ലോകത്തിൽ എത്തിച്ചിട്ട് 42-ാം ശ്ലോകം എത്തുമ്പോഴേക്കും കണ്ണേ മടങ്ങുക അവനി വാഴ്വു കിനാവ് കഷ്ടം. അപ്പം അതിനുമുമ്പത്തെ 3 ശ്ലോകം, അതിനുമുമ്പത്തെ 3 ശ്ലോകങ്ങളിലും ഈ വൈദികമായ ഔപനിഷദികമായ ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും. എന്താണ് ആത്മപീഡനം, അജ്ഞയോഗ്യം എന്നെല്ലാം പറഞ്ഞിട്ട് ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി കൽപ്പദ്രുമത്തിൻ്റെ കൊമ്പിൽ വിരിയുന്നൊക്കെ വിസ്തരിച്ച് പ്രസംഗിച്ചതിന് ശേഷം പക്ഷെ അവസാന ശ്ലോകത്തും ഇതെല്ലാം തകിടം മറിയും, അവനി വാഴ്വു കിനാവ് കഷ്ടം എന്നതിലേക്ക്. ഈ വൈരുദ്ധ്യം, ഇത് രണ്ടും ശരിയാണ്. ഒരു കാലത്തിൻ്റെ പലമാതിരി ബലങ്ങളിലേക്ക് ഒരു കലാവസ്തു കടന്നു നിൽക്കുന്നതോടെ അത് അതിൽ തന്നെ സംഘർഷഭരിതമാകും. നോക്കൂ, വൈരുദ്ധ്യം എന്ന് പറയുന്നത് കലയുടെ ഒരു പോരായ്മയല്ല, വൈരുദ്ധ്യമാണ് കലയുടെ ബലം. നിർഭാഗ്യവശാൽ നമ്മുടെ കാലം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലമായതുകൊണ്ട് ഈ കലയൊക്കെ കൃത്യമായിരിക്കണം എന്ന് കരുതുന്നതുകൊണ്ട് അവസാനം പ്രസ്താവന മാത്രമായിട്ട് ഇത് മാറും. കല എപ്പോഴും ആഴത്തിലിങ്ങനെ വൈരുദ്ധ്യങ്ങളിൽ വേരാഴ്ത്തി നിൽക്കും. അത് അതിനോട് തന്നെ യുദ്ധം ചെയ്യും. അതിൻ്റെ ഉള്ളിൽ തന്നെ കുമാരനാശാനെ നോക്കിയാൽ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ആശാനും വെറുതെ സന്ദർഭമായിട്ട് പറഞ്ഞു വേണ്ട, അവസാനം ഇത് ആശാനായി പോകരുതല്ല. പണ്ട് വിജയമാഷെ കുറിച്ചൊരു ഫലിതമുണ്ട്. ഫ്രോയിഡിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് വിശ്വദർശന ഒരു പരമ്പര നടത്തിയപ്പോൾ വിജയമാഷെ വിളിച്ചു അത്രേ.
തൃശ്ശൂർ. അപ്പം മാഷ് ഫ്രോയിഡ് പറഞ്ഞു വരുന്ന വഴിക്ക് എവിടെയോ വെച്ച് വൈലോപ്പിള്ളി വന്നു. പിന്നെ അവസാനം വരെ വൈലോപ്പിള്ളിയായിരുന്നു, ഫ്രോയിഡ് തിരിച്ചു വന്നതേ ഇല്ല എന്ന് ആ പ്രസംഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ആശാനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം. ആശാൻ മറ്റേ ചെങ്ങമനാട്, ആലുവയ്ക്കടുത്ത് ചെങ്ങമനാട് ഓട്ട് ഫാക്ടറിയുടെ മാനേജറായിരുന്നു. ഓട് നിർമ്മാണം. ആശാൻ റൊമാൻറ്റിക് കവിയായിരുന്നു. ലോകത്ത് റൊമാൻറ്റിക് കവി ഒരു ഇൻഡസ്ട്രിയലിസ്റ്റായി പ്രവർത്തിച്ചതിന് ഒരേ ഒരു ഉദാഹരണം കുമാരനാശാനായിരിക്കും. കാരണം ഇൻഡസ്ട്രിയലിസത്തിനെതിരായിട്ടാണല്ലോ കാൽപ്പനികത ചരിത്രത്തിൽ വന്നത് തന്നെ. പക്ഷെ കുമാരനാശാനിൽ ഇത് രണ്ടുമുണ്ട്. ഒരു മറുഭാഗത്ത് സന്യാസമുണ്ട്, ചിന്നസ്വാമിയുണ്ട്, ഗാർഹസ്ഥ്യമുണ്ട്, SNDP യോഗത്തിൻ്റെ സെക്രട്ടറി പണിയുണ്ട്, ശ്രീമൂലം പ്രജാസംബളിയുണ്ട്, എന്തെല്ലാം പണികളുണ്ട്. പോട്ടെ, ഞാനതങ്ങനെ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ആധുനിക കലയുടെ ഒരു പ്രധാന താല്പര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ സ്ഥാപന രൂപങ്ങളുടെ ഒരു താല്പര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ മധ്യകാല രാജവാഴ്ചയുടെയും ഫ്യൂഡൽ പ്രഭുത്വത്തിൻ്റെയും ഭോഗലാലസതയുടെയും ഒക്കെ പിടിയിൽ നിന്ന് കലയെ പുറത്തു കൊണ്ടുവരികയും കലയെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു, ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു സെക്യുലറായ ഒരു ഫ്രെയിമിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യുക എന്നതാണ്. പക്ഷെ അതേസമയം തന്നെ ഈ പുതിയ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് അക്കാലത്ത് വലിയ തോതിൽ അലയടിച്ചു വരുന്ന അധിനിവേശത്തിൻ്റെ യുക്തികൾക്ക് കീഴ്പ്പെടരുത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് തമ്മിൽ വലിയ ചില പ്രശ്നമുണ്ട്. കാരണം അധിനിവേശത്തിൻ്റെ യുക്തികളെ ഏറ്റെടുക്കാതെയും അഥവാ ഒരു കൊളോണിയലിസത്തിൻ്റെ ഫ്രെയിംവർക്കിൽ പെട്ടുപോകാതെ, എന്നാൽ മധ്യകാല പാരമ്പര്യത്തിൻ്റെ പിടിയിൽപ്പെടാതെ, ഇത് രണ്ടുമല്ലാത്ത ഒരു കലാവസ്തുവിനെ കണ്ടെടുക്കുക എന്നത് വാസ്തവത്തിൽ ഈ ശ്രമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇന്ത്യയിൽ ആധുനിക കലയുടെ സംസ്ഥാപന ഘട്ടങ്ങളിലുടനീളം അതിനെ സ്വാധീനിച്ച രണ്ട് സുപ്രധാന പ്രവണതകൾ, ഒന്ന് ഈ മധ്യകാല മതാത്മകതയിൽ നിന്നുള്ള വിടുതി, അതേസമയം പാശ്ചാത്യ അധിനിവേശത്തോടുള്ള ചെറുത്തുനിൽപ്പ്. ഇത് രണ്ടുമല്ലാത്ത വേറൊരു നിലയിൽ പറഞ്ഞാൽ ഒരു ദേശീയമായ സത്തയുടെ ആവിഷ്കാരമാകാൻ പോന്ന മട്ടിൽ കലകളെ പുനർവിഭാവനം ചെയ്യുക എന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലെ പ്രധാനപ്പെട്ട പരിശ്രമങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഈ ശ്രമങ്ങളാണ് നമ്മുടെ കലാ ആലോചനകളെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ നിയന്ത്രിച്ചത്. കർണാടക സംഗീതത്തെ മുൻനിർത്തിയുള്ള ആലോചനകളിലും ഇക്കാലത്ത് ഇത് കയറി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പം അമൻത വൈഡ്മാൻ എന്ന് പറഞ്ഞിട്ട് കർണാടക സംഗീതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു സംഗീത നിരൂപക, അവർ ഈ കാലത്ത് കർണാടക സംഗീതത്തിന് കൽപ്പിക്കപ്പെട്ട ചില മൗലികമായ പാശ്ചാത്യ സംഗീതത്തിൽ നിന്നും അല്ലാത്ത ഇന്ത്യൻ രൂപങ്ങളിൽ നിന്നും കർണാടക സംഗീതത്തെ മൗലികമായി എങ്ങനെ ആ കാലം വ്യത്യസ്തമായി മനസ്സിലാക്കി എന്നതിനെ വിശദീകരിക്കുന്നുണ്ട്. അവർ പറയുന്നൊരു കാര്യം, പാശ്ചാത്യ സംഗീതം ഹാർമണിയിലാണ് ഉന്നുന്നതെങ്കിൽ കർണാടക സംഗീതം മെലഡിയിലാണ്, രാഗാത്മകതയാണ്. ഞാൻ യേശുദാസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ രാഗാത്മകത എന്നത് എങ്ങനെയാണ് ആധുനികമായ വ്യക്തിബോധവുമായി ചേർന്നു പോകുന്നത് എന്ന കാര്യം സൂചിപ്പിക്കേണ്ടായി. ഇത് നമുക്ക് പിന്നീട് വീണ്ടും വരേണ്ടി വരും. കാരണം ഫുൾ ബെഞ്ച് കച്ചേരികൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നമ്മുടെ പഴയ കച്ചേരി സമ്പ്രദായം ഉണ്ടല്ലോ, മൃദംഗം, ധോലക്ക്, ഗഞ്ചിറ, കൊന്നക്കോല്, മോർശംഖ് എന്നെല്ലാം ചേർന്ന് അതിനോടൊപ്പം വോക്കൽ ഗായകനും ഉണ്ടായിരുന്ന ഒരു വലിയ ലയാത്മക സംഗീതത്തിൽ നിന്ന് നമ്മുടെ കച്ചേരി പദ്ധതി 1940കളാവുമ്പോഴേക്കും ഈ വോക്കലിസ്റ്റ് കേന്ദ്രസ്ഥാനത്തുള്ള മറ്റത് അകമ്പടി മാത്രമാകുന്ന വോക്കലിസ്റ്റിൻ്റെ രാഗാത്മകത ആ കച്ചേരിയുടെ കേന്ദ്രമായി മാറുന്ന ഒരു പുതിയ ഷിഫ്റ്റ് വരുന്നുണ്ട്. മാത്രമല്ല ഫുഡ് ബെഞ്ച് കച്ചേരികളെയൊക്കെ അപ്പോഴേക്കും സംഗീത കൊലപാതകം എന്ന് കലാനിരൂപകർ വിശേഷിപ്പിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. വാസ്തവത്തിൽ കച്ചേരി പദ്ധതിയിൽ 30കളിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഷിഫ്റ്റ് കൂടിയാണ്. അത് കർണാടക സംഗീതത്തിൻ്റെ ഒരു കാതലായിട്ട് ഈ മെലഡിയെ ഉറപ്പിക്കുകയും ഹാർമണിയെ മാറ്റുകയും ചെയ്തു. യൂറോപ്യൻ സംഗീതം ഇൻസ്ട്രുമെൻ്റൽ ആണെങ്കിൽ കർണാടക സംഗീതം വോക്കലാണ് എന്ന് കാണുന്നു. യൂറോപ്യൻ സംഗീതത്തിൽ സാങ്കേതികതയാണ് പ്രധാനമെങ്കിൽ കർണാടക സംഗീതത്തിൽ ആത്മീയതയാണ് പ്രധാനം എന്ന് കണക്കാക്കുന്നു. യൂറോപ്യൻ സംഗീതം ലിഖിത പാരമ്പര്യങ്ങളാണെങ്കിൽ കർണാടക സംഗീതം ഗുരുകുല പാരമ്പര്യത്തിലെ വാമൊഴിയിലൂടെയാണ് എന്ന് വരുന്നു.
അവസാനം ഇന്ത്യയിലെ മറ്റൊരു പ്രബലമായ ക്ലാസിക്കൽ പാരമ്പര്യം ഈ ഹിന്ദുസ്ഥാനിയാണല്ലോ. ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യൻ ആണെങ്കിലും മധ്യകാലത്തെ പേർഷ്യൻ മുസ്ലിം അധിനിവേശം കൊണ്ട് കളങ്കപ്പെട്ടതാണ്. അങ്ങനെ ഒരു കളങ്കമില്ലാത്ത ശുദ്ധ സംഗീതമാണ് കർണാടക സംഗീതം. അത് ഏറ്റവും അവസാനത്തെ ഒരു 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 ക്വാളിഫിക്കേഷൻ കൂടിയാണ്. അങ്ങനെ പാശ്ചാത്യവുമല്ല, അധിനിവേശത്തിൻ്റെ എല്ലാ രൂപങ്ങളെയും, നിങ്ങൾ ഇന്ത്യയിൽ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട നോക്കിയാൽ അത് ഹിന്ദുത്വം ഉണ്ടാക്കിയതല്ല, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അത് മധ്യകാലത്തെ അപ്പാടെ തന്നെ അധിനിവേശകാലമാക്കണം. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ പാർലമെൻറ്റ് 1991 ഒരു നിയമം പാസ്സാക്കിയിരുന്നല്ലോ. 47 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ അതിലൊരു മാറ്റവും വരുത്തിക്കൂടാ. ബാബറി മസ്ജിദ് ഒഴികെ. ആ കേസ് നിൽക്കുന്ന സമയത്താണ് പാർലമെൻറ്റ് ആ നിയമം പാസ്സാക്കിയത്. ആ നിയമം നിൽക്കെ തന്നെയാണ് കേട്ടോ കോടതി എന്ന് പറയുന്ന സംവിധാനം ഗ്യാൻ വ്യാപിയിൽ അടിയിൽ പൂജിച്ചോളാൻ അനുവാദം കൊടുത്തത്. നിയമം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ആ നിയമം നിൽക്കുന്നുണ്ട്. അത് അവിടുത്തെ കോടതിയും കൊടുത്തു, അലഹബാദ് ഹൈക്കോടതി അനുവദിച്ചു. ഇനി സുപ്രീം കോടതി എന്താവുമെന്ന് നമുക്ക് നിശ്ചയിക്കുക വയ്യ. വാസ്തവത്തിൽ ഈ നിയമം 1991 പാസ്സാക്കിയ നിയമമാണ്. ഈ നിയമത്തിൽ ഒരു തിരുത്തൽ വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ സുപ്രീം കോടതിയിലോ അതോ അലഹബാദ് ഹൈക്കോടതിയിലോ ഒരു ഹർജിയുണ്ട്. ആ ഹർജിയിൽ പറയുന്നത് ഈ 1947 ഓഗസ്റ്റ് 15 അല്ല കട്ട് ഓഫ് ഡേറ്റ് ആക്കേണ്ടത്, അത് 12-ാം നൂറ്റാണ്ടാണെന്നാണ്. എന്താ 12-ാം നൂറ്റാണ്ടെന്നറിയോ? ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാരം. ഡൽഹി സുൽത്താനേറ്റ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം അധിനിവേശമാണ്. മുഗൾ ഭരണ അധിനിവേശമാണ്, ഡൽഹി സുൽത്താനേറ്റ് അധിനിവേശമാണ്, ഷർഷ അധിനിവേശമാണ്. അങ്ങനെ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ പൂർവ്വരൂപങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നൊരു യുക്തി ഉണ്ട്. ഈ അധിനിവേശം ഭാരതീയമായ എല്ലാറ്റിനെയും തകർത്തു എന്നൊരു വ്യവഹാരം വാസ്തവത്തിൽ 19-ാം നൂറ്റാണ്ടിലെ ഇമ്പീരിയലിസ്റ്റ് ചരിത്രകാരന്മാരുണ്ടാക്കുകയും ഏറിയും കുറഞ്ഞും നമ്മുടെ ദേശീയ ചരിത്രകാരന്മാർ അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. ഈ ഡിസ്കോഴ്സ് നമ്മുടെ ശുദ്ധകല എന്ന സങ്കല്പത്തെ പലപ്പോഴും ബാധിക്കുകയും അതുകൊണ്ട് കഥക്ക് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വാരണാസിയിലെയും ലക്നൗവിലെയും മുഗൾ കൊട്ടാരത്തിലെയും ഒക്കെ ഒരു പ്രയോഗ പാരമ്പര്യമായിട്ടാണ് വികസിച്ചു വന്നതെങ്കിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ പകുതിയിൽ കഥക്ക് ക്ലാസിക്കലായ ഫോർമാറ്റിലേക്ക് മെരുക്കപ്പെട്ട സമയത്ത് അതിലുള്ള ഇസ്ലാമികമായ അതിൻ്റെ ഒരു ചരിത്രത്തെ തേച്ചുമാച്ച് കളഞ്ഞിട്ട് അതൊരു വൈഷ്ണവ കലയായിട്ടാണ് അത് ഉറപ്പിക്കപ്പെട്ടത്. വാസ്തവത്തിൽ അതിൽ വളരെ പ്രബലമായ ഇസ്ലാമികമെന്നോ അല്ലെങ്കിൽ പേർഷ്യനെന്നോ വിളിക്കാവുന്ന ഘടകമുണ്ട്, പക്ഷെ അതിനെ തേച്ചുമാച്ച് കളയേണ്ട. ഇങ്ങനെ നമ്മുടെ ക്ലാസിക്കൽ എന്ന് വിളിക്കുന്ന ഫോർമാറ്റിൽ തന്നെ ഈ മുസ്ലിം അപരവൽക്കരണം എന്ന് പറയുന്നത് വളരെ പ്രബലമായൊരു കമ്പോണൻ്റ് ആയിരുന്നു. ഇതിലങ്ങനെ നേരിട്ടൊരു അപരവൽക്കരണം എന്നല്ല പറയുക, മറിച്ച് കർണാടക സംഗീതത്തിൻ്റെ ഹിന്ദുസ്ഥാനിയെ അപേക്ഷിച്ചുള്ള വിശുദ്ധിയുടെ ഒരു കാരണമായിട്ട് കർണാടക സംഗീതം മറ്റു തരത്തിലുള്ള കൂടിക്കലർപ്പുകൾക്കൊന്നും വിധേയമാകാത്തതാണ് എന്ന് വാദിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിക സ്വാധീനത്തിന് അടിപ്പെടാത്ത ശുദ്ധ സംഗീതം, ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ട് അവസാനമാകുമ്പോഴേക്കും കർണാടക സംഗീതം എന്ന് പറയുന്നത് ഒന്ന് പൗരസ്ത്യവാദത്തിൻ്റെയും ദേശീയവാദ ചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ചരിത്രവാദത്തിൻ്റെയും ഒക്കെ യുക്തികൾക്കകത്ത് ഭാരതീയമായൊരു ശുദ്ധകലയുടെ ഏറ്റവും ആധികാരികമായ രൂപമായി അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങി. അതിപ്പോൾ മറ്റൊന്നിനും ആ നിലയിൽ കിട്ടില്ല. ഹിന്ദുസ്ഥാനി അങ്ങനെയല്ല, കഥക്ക് അങ്ങനെയല്ല, നമ്മുടെ എന്താ പറയുക മിനിയേച്ചർ ട്രഡീഷൻ അങ്ങനെയല്ല, നമ്മുടെ ആർക്കിടെക്ചർ അങ്ങനെയല്ല. പൊതുവിൽ അന്ന് നിലനിൽക്കുന്ന മറ്റെല്ലാ രൂപങ്ങളിലും പലതരം സ്വാധീനങ്ങൾ കാണുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരു ശുദ്ധകല എന്ന നിലയിൽ ഇപ്പോൾ CR ഡേ 19-ാം നൂറ്റാണ്ട് അവസാനം 1891 വളരെ പ്രമുഖനായ സംഗീത ചരിത്രകാരനായിട്ടുള്ള CR ഡേ ദ മ്യൂസിക് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം, പിന്നീട് കർണാടക സംഗീത ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം കർണാടക സംഗീതത്തിൻ്റെ ഈ വിശുദ്ധി എന്ന സങ്കല്പമാണ്. ഇങ്ങനെ കളങ്കപ്പെടാത്തൊരു ശുദ്ധ പാരമ്പര്യം എന്നൊരു സങ്കല്പം കർണാടക സംഗീതവുമായി കെട്ടുപിണയുന്നത് 19-ാം നൂറ്റാണ്ട് അവസാനത്തോടെയാണ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ സാധൂകരണത്തിലും സംസ്ഥാപനത്തിലും നമ്മൾ കരുതുന്നത് പോലെ രാഷ്ട്രീയമായ താല്പര്യങ്ങളോ ഭൗതികമായ ബന്ധങ്ങളോ ഒന്നും ഇല്ലയെന്ന് കരുതിക്കൂടാ. പ്രമേയത്തിൽ അതൊന്നും ഉണ്ടാവില്ല. രാമനെ തന്നെയായിരിക്കും പാടുന്നത്, പക്ഷേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും പാടുന്നത്. പക്ഷേ ഇത് സങ്കല്പിക്കപ്പെടുന്നതിൽ ഈ നാഷണലിസത്തിൻ്റെ ഇമാതിരിയുള്ള
വലിയ ചില ബന്ധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ സൂഫി സംഗീതം, പ്രാദേശിക സംഗീതധാരകൾ അല്ലെങ്കിൽ അധിനിവേശ മുദ്രകൾ, ഇതിനാലൊന്നും കളങ്കപ്പെടാത്ത ഒരു ശുദ്ധമണ്ഡലത്തെ കണ്ടെടുക്കുക എന്ന് പറയുന്ന ഇന്ത്യയിലെ ദേശീയ മധ്യവർഗത്തിൻ്റെ അഭിലാഷങ്ങളോട് വളരെ കൂടുതൽ പൊരുത്തപ്പെട്ട ഒരു കലയായിട്ട് കർണാടക സംഗീതം മാറിത്തീരുന്നു എന്നതാണ് സംഭവിക്കുന്ന ഒരു കാര്യം. ഈ ഘട്ടത്തിലേക്ക് കർണാടക സംഗീതം പരിണമിച്ചെത്തിയതിനൊരു ചരിത്രമുണ്ട്. ഞാനത് മുഴുവൻ ഇവിടെ വിശദീകരിക്കാൻ മുതിരുന്നില്ല. ലക്ഷ്മി സുബ്രഹ്മണ്യനെ പോലുള്ള സംഗീത ചരിത്രകാരികൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ 3 or 4 ഘട്ടങ്ങളായിട്ടാണ് ലക്ഷ്മി സുബ്രഹ്മണ്യനും അതുപോലെ പല സംഗീത ചരിത്രകാരന്മാരും ഈ കർണാടക സംഗീതത്തിൻ്റെ പരിണാമത്തെ കാണുന്നത്. ഒന്ന്, പുരന്ദരദാസൻ വരെയുള്ള കാലം, അതായത് പ്രാദേശികമായ സംഗീതാവിഷ്കാരങ്ങൾ, പ്രയോഗക്രമങ്ങൾ, അവയെല്ലാം കൂടിക്കലർന്ന് കർണാടക സംഗീതം എന്ന ഒരു വ്യവസ്ഥാപിത രീതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടമാണ് ആദ്യഘട്ടം. അത് പുരന്ദരദാസനിലും സംഗീതരത്നാകരം പോലുള്ള കൃതികളിലും അത് എത്തിച്ചേരുന്നു. അതിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ ആവിഷ്കാരമായിട്ട് പുരന്ദരദാസനെയും അതിൻ്റെ ഒരു കാനോനിക്കൽ ടെക്സ്റ്റായിട്ട് സംഗീതരത്നാകരത്തെയും കാണാം. അവിടെ നിന്ന് ത്രിമൂർത്തികളെന്ന് നാം വിളിക്കുന്ന 18ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും ഉൾപ്പെടുന്ന ഒരു കാലത്തെ വ്യവസ്ഥപ്പെടലിൻ്റെ ഒരു ഘട്ടമാണ് 2ാം ഘട്ടമായിട്ട് ലക്ഷ്മി സുബ്രഹ്മണ്യനൊക്കെ പറയുന്നത്. ഈ ഘട്ടത്തിലാണ് പദം, വർണ്ണം, കീർത്തനം, സ്വരജതികൾ, അതുപോലെ മേളകർത്താ പദ്ധതി, വെങ്കടമഖിയുടെ മേളകർത്താ പദ്ധതി, ഇങ്ങനെ കർണാടക സംഗീതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കുമുള്ള ഒരു വികാസ പ്രക്രിയ പൂർത്തിയാവുകയും കർണാടക സംഗീതം ഒരു വ്യവസ്ഥാപിതമായ, അതേസമയം വളരെ സാങ്കേതിക ഭദ്രതയുള്ള, പ്രത്യേകിച്ചും വെങ്കടമഖിയുടെ മേളകർത്താ പദ്ധതി വരുന്നതോടെ വളരെ സ്ട്രക്ചറലി ക്രമീകരിക്കപ്പെട്ട ഒന്നായിട്ട് കർണാടക സംഗീതം മാറുന്നു. ഈ ഒരു ഘട്ടമാണ് 2ാമത്തേതായിട്ട് ഇവർ പറയുന്നത്. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ 1850 മുതൽ തുടർന്ന് ഇങ്ങോട്ടുള്ള ഒരു 100 വർഷത്തെ മുൻനിർത്തി നമുക്ക് പറയാവുന്നത് ഈ വ്യവസ്ഥപ്പെട്ട കർണാടക സംഗീതത്തെ ഒരു ക്ലാസിക് കലയായിട്ട് ഉറപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. ഉള്ള കലയല്ല കേട്ടോ ഈ ക്ലാസിക്കായിത്തീരുന്നത്, വലിയ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ക്ലാസ്സിൽ കുട്ടികളോട് എപ്പോഴും പറയും, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഇന്ന് സാഹിത്യമെന്ന് പറയുന്നതൊക്കെ എല്ലാ കാലത്തും സാഹിത്യം തന്നെ ആവണമെന്നില്ലല്ലോ. ഇപ്പോൾ പൂന്താനം എഴുതുന്നു, പൂന്താനം എഴുതിയ കാലത്ത് പൂന്താനമോ നാട്ടുകാരോ അത് സാഹിത്യമായിട്ടല്ലല്ലോ കണ്ടിട്ടുള്ള, ഭക്തിയായിട്ടാണ്. അത് സാഹിത്യമാവണം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MA ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും, ഇപ്പോൾ ഉണ്ണുനീലി സന്ദേശം, അനന്തപുര വർണ്ണനം, അത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, അല്ലെങ്കിൽ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, കുമാരനാശാൻ, ഖസാക്ക് OV വിജയൻ മുതൽ വീരാൻകുട്ടി വരെയുള്ളവരുടെ എഴുത്തുകളെ സാഹിത്യമായി പരിഗണിക്കാൻ പാകത്തിന് അവയിൽ പൊതുവായിട്ട് എന്താണുള്ളത്, അവയുടെ കോമൺ ഫാക്ടർ എന്താണ്? ഉണ്ണുനീലി സന്ദേശത്തിലുള്ള ഏതുതരം, അല്ലെങ്കിൽ അനന്തപുര വർണ്ണനത്തിലുള്ള ഏതുതരം സാഹിതീയതയാണ് നിങ്ങൾക്ക് കുമാരനാശാനിൽ കാണാൻ പറ്റുക? വാസ്തവത്തിൽ അങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഇല്ല. പിന്നെ എങ്ങനെ ഇവ സാഹിത്യമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിലുള്ള ഒരു ഉത്തരം MA സിലബസിലെല്ലാം ഉണ്ടെന്നുള്ളതാണ്. MA സിലബസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവയൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഞാനിതൊരു അതിശയോക്തിയായിട്ട് പറയുകയല്ല, ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് സ്ഥാപനവൽക്കരിക്കപ്പെട്ടാണ് പലതും അതായിത്തീരുന്നത്, അല്ലാതെ സത്താപരമായി അതിലുള്ള മൂല്യങ്ങളുടെ ബലം കൊണ്ട് മാത്രമല്ല. ഈ സ്ഥാപനവൽക്കരണത്തിൻ്റെ എന്നതുപോലെ ക്ലാസിക്കൽ സംഗീതം എന്ന പദവിയിലേക്ക് കർണാടക സംഗീതം എത്തിച്ചേരുന്ന ഒരു ഘട്ടം, അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ദേശീയതയുടെയും ദേശരാഷ്ട്രങ്ങളുടെയും ഒരു ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിക്കേണ്ടായി. അങ്ങനെ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഒരു ക്ലാസിക് വൽക്കരണത്തിൻ്റെ പ്രബലമായ ഒരു സന്ദർഭത്തിലേക്ക് കർണാടക സംഗീതം എത്തിച്ചേരുന്നു. അപ്പോഴേക്കും എന്താ പറയുക, കൊട്ടാര സംഗീതവും കൊട്ടാരത്തിനു പുറത്തുള്ള സംഗീതവും എന്ന നിലയ്ക്ക് കർണാടക സംഗീതത്തിൽ ചില
വ്യത്യസ്ത ധാരകൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. തഞ്ചാവൂരും മധുരയും രാമനാഥപുരവും എത്തയപുരവും തിരുവാങ്കൂറും ഒക്കെ കേന്ദ്രീകരിച്ച് കൊട്ടാരത്തിൽ സംഗീതത്തിൻ്റെ ഒരു വഴിയുണ്ട്. കൊട്ടാരത്തിന് പുറത്തുള്ള ഗായകരുടെ ഒരു വഴിയും വികസിച്ച് വരുന്നുണ്ട്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിത സംഗീതവും ഭജന സംഗീതവും എന്ന് ചിലരൊക്കെ അതിനെ വേർതിരിക്കുന്നുണ്ട്. കാരണം കൊട്ടാരത്തെ കേന്ദ്രീകരിച്ച് സംഗീത വിദ്വാൻമാരുടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും സൂക്ഷ്മാലോചനകളുമായിട്ട് സൂക്ഷ്മാവതരണങ്ങളുമായിട്ട് ഒരു വഴി, പുറത്താണെങ്കിൽ ഇതിൻ്റെ ഒരു ലളിത രൂപത്തിലും ഭജനയുടെ സ്വഭാവത്തിലും ഭക്തിക്ക് പ്രാധാന്യമുള്ള നിലയിലുമുള്ള മറ്റൊരു വഴി. ഇത് രണ്ടും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും കർണാടക സംഗീതത്തിലെ പ്രബല ധാരകളായിട്ട് വരുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ രണ്ടാം പകുതി ആകുമ്പോഴേക്കും കൊളോണിയൽ ആധിപത്യം ശക്തിപ്പെടുകയും നമ്മുടെ തദ്ദേശീയമായ കലകളുടെ സംരക്ഷകത്വത്തിൽ നിന്ന് പ്രഭുത്വം പൊതുവെ പിൻവാങ്ങുകയും ചെയ്തു. പ്രഭുത്വത്തിൻ്റെ ശൈഥില്യം നമ്മളെ ജൽസാഘറൊക്കെ കണ്ട ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. സത്യജിത് റായുടെ ജൽസാഘറില്ലേ, അതിലൊക്കെ ഈ പ്രഭുത്വം എങ്ങനെയാണ് ശിഥിലമായി പോകുന്നതെന്നും എങ്ങനെയാണ് കല അതിനോടൊപ്പം നീങ്ങുന്നതെന്നും ഒക്കെ നമുക്ക് ആ സിനിമയിൽ കാണാം. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ പൊതുവെ സംഭവിക്കുന്നുണ്ട്. ഇതിനോടൊപ്പമാണ് തഞ്ചാവൂർ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന സംഗീതകാരന്മാരിൽ വലിയൊരു പങ്ക് മദ്രാസിലേക്ക് എത്തുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയാണ് മദ്രാസിലേക്കുള്ള ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. മദ്രാസിൽ മാത്രമല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പല നഗരങ്ങളിലേക്കും എത്തുന്നു. മധുരയിലെത്തുന്നു, രാമനാഥപുരത്തെത്തുന്നു, എത്തയപുരത്തെത്തുന്നു, തിരുവാങ്കൂറിലെത്തുന്നു. അങ്ങനെ എത്തുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടങ്ങളിലെല്ലാം കർണാടക സംഗീതത്തിൻ്റെ ഒരു വ്യാപനം സംഭവിക്കുകയും താരതമ്യേന ഒരു ദക്ഷിണേന്ത്യയിൽ ആകമാനം പ്രചാരമുള്ള പ്രവർത്തനശേഷിയുള്ള ഒരു സംഗീത സംസ്കാരമായിട്ട് അത് മാറുകയും ചെയ്യുന്നു. റീജിയണൽ എന്നതിൽ നിന്ന് ഒരു സൗത്ത് ഇന്ത്യൻ എന്ന് വിളിക്കാവുന്ന തലത്തിലേക്കുള്ള ഈ ഷിഫ്റ്റ്, ഇതിൻ്റെ വ്യാപനം സംഭവിക്കുന്നതിൽ വാസ്തവത്തിൽ ഈ പ്രഭുത്വത്തിൻ്റെ തകർച്ചയ്ക്ക് വലിയ പങ്കുണ്ട്. ഒപ്പം തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പ്രഭുത്വത്തിൻ്റെ ശിഥിലീകരണത്തോടൊപ്പം സംഗീതത്തിൻ്റെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പുതിയ സഭകൾ നിലവിൽ വരുന്നുണ്ട്, ഗായക സഭകൾ വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പിൽക്കാലത്തെ ഏറ്റവും പ്രധാന രൂപമാണ് മദ്രാസ് മ്യൂസിക് അക്കാഡമി എന്ന് പറയുന്നത്. മ്യൂസിക് അക്കാഡമിയുടെ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. മ്യൂസിക് അക്കാഡമി സ്ഥാപിക്കപ്പെടുന്നത് 1927 മദ്രാസിലെ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്കാണ്. അത് ആ കാലത്ത് പലതും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നന്ദലാൽ ബോസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രപരമ്പരകളിൽ ഒന്ന് ത്രിപുര കോൺഗ്രസ് സമ്മേളനത്തിന് വേണ്ടി വരച്ച ചിത്രങ്ങളാണ്. ഇങ്ങനെ ദേശീയ കല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണെന്ന്. അതുകൊണ്ട് 27 മദ്രാസിലെ കോൺഗ്രസ് സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ അതിൻ്റെ ഒരു സ്വാധീനത്തിലും സമ്മർദ്ദത്തിലുമാണ് മദ്രാസ് മ്യൂസിക് അക്കാഡമി പിറ്റേ വർഷം ഉണ്ടാകുന്നത്. അതപ്പോൾ തുടങ്ങിയതല്ല. 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ തന്നെ ഇപ്പോൾ തഞ്ചാവൂർ സംഗീത വിദ്യാലയം ഉണ്ടാകുന്നുണ്ട്, ഗായൻ സമാജ് എന്ന പേരിലുള്ള സമിതി ഉണ്ടാകുന്നുണ്ട്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗീത സഭകൾ വലിയ തോതിൽ വികസിച്ചു വരുന്ന ഒരു കാലമാണ് ഇത്. സഭകൾ വികസിച്ചു വരുമ്പോൾ ഇന്നലെ നമ്മൾ ചർച്ചയിൽ ഉന്നയിച്ചൊരു പ്രശ്നമാണ്, പുതിയൊരു ആസ്വാദക സമൂഹം രംഗത്തെത്തുന്നു. ഇപ്പോൾ കൊട്ടാര സംഗീതത്തിൽ ഉണ്ടായിരുന്ന കേൾവിക്കാർ, പ്രഭു സംഗീതത്തിൻ്റെ പ്രഭു മന്ദിരങ്ങളിൽ ഉണ്ടായിരുന്ന കേൾവിക്കാർ, അവരേ അല്ല ഈ സഭയിലെ കേൾവിക്കാർ. കൊട്ടാര സംഗീതത്തിൻ്റെ കേൾവിക്കാർ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നാടുവാഴിത്തപരമായ മൂല്യങ്ങളിലും ജീവിതക്രമങ്ങളിലും ഉള്ളവരും കൊട്ടാരത്തിൽ തന്നെ തമ്പടിച്ചവരുമാണ്. കൊട്ടാരത്തിലോ പരിസരത്തോ ഒക്കെ തമ്പടിച്ച ആളുകളാണ്. സഭയിലെ കേൾവിക്കാർ ഇതൊന്നുമല്ല. 2-3 നിലയിലുള്ള മാറ്റം പറയാം. ഒന്ന്, നഗരകേന്ദ്രിതമായി വികസിച്ചു വന്ന മധ്യവർഗ ബൗദ്ധിക സമൂഹമാണ് ഈ കേൾവിക്കാർ. ഞാൻ ബുദ്ധിജീവി എന്നുള്ള ലാർജർ അർത്ഥത്തിലല്ല, ഇൻ്റലിജൻഷ്യ, അതായത് വക്കീലന്മാരായിട്ടോ ജഡ്ജിമാരായിട്ടോ കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാരായിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ മധ്യവർഗം. 1857 ഇന്ത്യയിൽ സർവകലാശാലകൾ ഉണ്ടാകുന്നത്. ഈ സർവകലാശാലകളും വിദ്യാകേന്ദ്രങ്ങളും വഴി ആധുനികമായ വ്യക്തിബോധം ആർജിച്ചു തുടങ്ങിയ പുതിയ മധ്യവർഗം. ഇതാണ് പ്രധാനപ്പെട്ട ക്രൂഷ്യൽ പോയിന്റ്. ആധുനികമായ വ്യക്തിബോധം ആർജിച്ച മധ്യവർഗം വരുന്നു. അവരെ സംബന്ധിച്ച്
അവർ ആരാണ് ഈ മധ്യവർഗം എന്ന് ചോദിച്ചാൽ സാമുദായികമായി നോക്കിക്കഴിഞ്ഞാൽ സവർണ വിഭാഗങ്ങളാണ് ഏറിയ പങ്കം. കാരണം വിദ്യാഭ്യാസ അവസരം കിട്ടിയതും തൊഴിലിലേക്ക് പ്രവേശിച്ചതും ഒക്കെ അവർ തന്നെയാണല്ലോ. അതുകൊണ്ട് ആധുനിക മധ്യവർഗം എന്ന് പറയുമ്പോൾ അതിന് ജാതീയമായൊരു ഉള്ളടക്കം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അതൊരു സവർണ വിഭാഗം തന്നെയാണ്. ഒപ്പം തന്നെ ഈ ആധുനിക മധ്യവർഗം കേൾവി സമൂഹമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, കൊട്ടാര സംഗീതത്തിൽ പ്രധാനമായിരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് കർണാടക സംഗീതത്തിൽ പ്രബലമായിരുന്ന ധാരകളോടല്ല അവരുടെ അഭിരുചി കൂടുതൽ ആഭിമുഖ്യം പുലർത്തുക. കൊട്ടാര സംഗീതം സംഗീതശാസ്ത്രപരമായ സൂക്ഷ്മാവിഷ്കാരങ്ങളും കൊട്ടാരത്തിന് പുറത്തുള്ള ഭജന സംഗീതം പൊതുവെ ഭക്തിപരമായ അർച്ചനയും ആരാധനയും. ഇത് രണ്ടിലുമല്ല ഈ പുതിയ കേൾവി സമൂഹത്തിൻ്റെ താല്പര്യം. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കേൾവി സമൂഹം വ്യക്തികളാണ്. വ്യക്തികളുടെ വൈയക്തികതയും ആ വൈയക്തികതയോട് വേരോടി പടർന്നു നിൽക്കുന്ന വൈകാരികതയുമാണ് അവരുടെ ആസ്വാദനത്തിൻ്റെ കേന്ദ്രം. കണക്കല്ല. പാട്ട് കേൾക്കുന്നത് ഒരു കണക്കല്ല. അതിൻ്റെ എന്താ പറയുക, ഭാവങ്ങളൊന്നുമല്ല, സൂക്ഷ്മ സാങ്കേതികതയല്ല, അല്ലെങ്കിൽ ഭക്തിയുമല്ല, കേവല ഭക്തിയല്ല, മതമല്ല. മറിച്ച് വ്യക്തിപരമായ ഒരു വൈകാരികതയിലും വൈയക്തികതയിലും ആഴ്ന്നു നിൽക്കുന്ന പുതിയ മധ്യവർഗമാണ് കേൾവി സമൂഹം. അതുകൊണ്ട് തന്നെ അവർ സംഗീതത്തെ കാണുന്നത് രാജാവിനെ സ്തുതിക്കുന്ന ഒരു സംഗതിയായിട്ടോ ദൈവസ്തുതിയായിട്ടോ എന്നതിനേക്കാളൊക്കെ തങ്ങളുടെ ഒരു സ്വത്വസംസ്ഥാപനം, തങ്ങളുടെ ഐഡൻറ്റിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, ഞാൻ ഇന്നലെ സാന്ദർഭികമായിട്ട് പറഞ്ഞു, മദ്രാസിൻ്റെ ആഭിജാത്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് കാപ്പി, കർണാടക സംഗീതം, കാഞ്ചീപുരം സാരി, അതുപോലെ തന്നെ ഭരതനാട്യ കച്ചേരി എന്നിങ്ങനെ പറഞ്ഞല്ലോ. അതിലൊരു കമ്പോണൻ്റായി ഈ കർണാടക സംഗീതം മാറുന്നൊരു ഘട്ടം കൂടിയാണ്. എന്നുവെച്ചാൽ ഈ മോഡേൺ ഇൻഡിവിജ്വാലിറ്റിയെ ആധികാരികമാക്കുന്ന ഒരു ഘടകമായിട്ട് കർണാടക സംഗീതം എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഇവരാണ് കേൾക്കാൻ വരുന്നത്. ഇവർ കേൾക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ കൊട്ടാര സംഗീതത്തിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉള്ളവരോടാണല്ലോ പാടുന്നത്. അതുകൊണ്ട് വൈകുന്നേരം 5-6 മണിക്കോ 7 മണിക്കോ കച്ചേരി തുടങ്ങി പിറ്റേന്ന് പുലർച്ചെ വരെയൊക്കെ പാടാം. അങ്ങനെ കാരണം പാട്ടുകാരും അവിടെ തന്നെയുണ്ട്, കേൾവിക്കാരും അവിടെ തന്നെയുണ്ട്. ഇത് സഭാസംഗീതത്തിൽ പറ്റൂല. കാരണം സഭയിൽ എത്തിച്ചേരുന്ന ആളുകൾ മിക്കവാറും ഓഫീസിലെ ജോലി കഴിഞ്ഞിട്ട് കോടതി പിരിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രസംഗം കേൾക്കാൻ വരുന്നത് പോലെ വന്ന് അവസാന ബസ് പോണേക്ക് മുമ്പ് തിരിച്ചും പോകും. അതുകൊണ്ട് രാഗവിസ്താരം 1.5 മണിക്കൂർ നീണ്ടൊരു രാഗത്തിൻ്റെ സൂക്ഷ്മ സങ്കീർണതകളെ അഴിച്ചു കാണിക്കുന്ന മട്ടിലുള്ള ഒരു രാഗവിസ്താരത്തിൻ്റെ വഴി വാസ്തവത്തിൽ ഈ സഭാസംഗീതത്തിൽ പറ്റൂല. അതിനുള്ള അനുശീലനം ഈ കേൾവിക്കാരിൽ ഭൂരിപക്ഷത്തിനും ഇല്ല. ഇനി അനുശീലനം ഉള്ളവർക്ക് പോലും അതിൽ മുഴുവൻ ശ്രദ്ധ ചെലുത്താനായിട്ട് പറ്റുകയും ഇല്ല. അതുകൊണ്ട് സഭാസംഗീതം 2 തരത്തിൽ കർണാടക സംഗീത കച്ചേരിയുടെ സ്വഭാവത്തെ മാറ്റിയെന്ന് പഠിതാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, അരീക്കുടി രാമാനുജയ്യങ്കാർ വഴി വികസിച്ചു വന്ന പുതിയ കച്ചേരി സമ്പ്രദായം. ഏതാണ്ടൊരു 2.5-3 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന ഒരു വർണ്ണത്തിൽ ആരംഭിച്ച് പിന്നെ രാഗാലാപനവും നിരവലും കൽപ്പനാസ്വരങ്ങളും എല്ലാമുള്ള കൃതികൾ 1-2 കൃതികൾ ആലപിച്ച് പിന്നെ ഒരു രാഗന്താനം പല്ലവി പാടി, അത് കഴിഞ്ഞാൽ നമ്മൾ തുക്കട എന്ന് പലരും പറയാറുള്ള ചെറു കൃതികൾ കുറച്ചൊക്കെ പാടി, വേണമെങ്കിൽ രാഗന്താനം പല്ലവിയോടൊപ്പം തനിയാവർത്തനമൊക്കെയുള്ള ത്യാഗരാജൻ്റെ 1-2 കൃതികൾ കൂടി ചേർത്ത് പരമാവധി ഒരു 2.5-3 മണിക്കൂർ, അതായത് ഒരു 5:30 മണിക്ക് തുടങ്ങിയാൽ 8:30 മണിക്ക് കച്ചേരി അവസാനിക്കും. ഈ കച്ചേരിയുടെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം പാടുന്ന ചെറുഗാനങ്ങൾ അത്യന്തം ശിക്ഷിതരല്ലാത്ത ആസ്വാദകർക്കും സഹായകമാണ്. രാഗന്താനം പല്ലവിയോ തനിയാവർത്തനം പോലുള്ള കൃതികളാവുമ്പോൾ അത് സുശിക്ഷിതരായ കേൾവിക്കാർക്കും സ്വീകാര്യമാണ്. അങ്ങനെ കേൾവി സമൂഹത്തെ ഒന്ന് പല തട്ടുകളായി കണ്ട് ആ പല തട്ടുകളിലുള്ള ഒരു കേൾവി സമൂഹത്തിൻ്റെ ആസ്വാദന താല്പര്യങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു കച്ചേരി സമ്പ്രദായമായിട്ട് അരിയക്കുടിയുടെ കച്ചേരി സമ്പ്രദായം മാറി. വാസ്തവത്തിൽ അരിയക്കുടി കച്ചേരി കൊണ്ടുവന്ന സമയത്ത് കർണാടക സംഗീതത്തെ രക്ഷിച്ചൊരു കാര്യമാണ് കേട്ടോ അരിയക്കുടിയുടെ ഈ കച്ചേരി സമ്പ്രദായം. ഇപ്പോൾ KC ഇവിടെ ഇരിപ്പുണ്ട്. KC നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ
കാര്യം പറയുന്ന സമയത്ത് കെസി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ കുപ്പിയിൽ മരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചതാണ് ഇത് രക്ഷിച്ചതെന്ന്. കാരണം പാകമൊന്നുമില്ലാതെ ഈ കൂട്ടെഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കണ മരുന്നിനൊരു ഗുണം ഉണ്ടാവില്ല. മറിച്ച് എല്ലാ പാകവും കൃത്യമാക്കി മരുന്ന് തയ്യാറാക്കി കുപ്പി കൊടുക്കുന്നതോടെ മരുന്ന് ഫലിക്കാൻ തുടങ്ങും. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നിർണായകമായി മാറ്റിക്കളയും. എന്നതുപോലെ ഈ കച്ചേരി സംഗീതത്തെ രണ്ട് തരത്തിൽ ഈ അരിക്കുട്ടിയുടെ കച്ചേരി സമ്പ്രദായം വാസ്തവത്തിൽ കർണാടക സംഗീതത്തിൻ്റെ പിൽക്കാലത്തെ രക്ഷിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചതാണ്. അല്ലെങ്കിൽ അത് സ്തബ്ധമായി പോയേനെ. പൊതുസംഗീതമായി ഇതിനെ മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനം. പിന്നെ സംഗീതത്തെ ഒരു ഏകാത്മകതയിൽ നിന്ന് അതിൻ്റെ ബഹുരൂപത്തിലേക്ക് പല ആസ്വാദന ശേഷികളിലുള്ളവർക്കും എൻഗേജ് ചെയ്യാവുന്നതിലേക്ക്, ചിലപ്പോൾ കണക്കുകൊണ്ടുള്ള കസർത്താകാനും പറ്റുന്ന നിലയിലേക്ക്, പലപ്പോഴും സൂക്ഷ്മ അനുഭൂതികളുടെ തലത്തിലേക്ക് അത് പോയി. രണ്ടാമതൊരു കാര്യം പറയുന്നത് ഈ രാഗാനുഭവത്തിലൊക്കെ വന്ന മാറ്റമാണ്. അതായത് അതിദീർഘമായ രാഗവിസ്താരങ്ങൾക്ക് പകരം രാഗത്തിൻ്റെ അനുഭൂതി തലത്തെ പ്രധാനമാക്കുന്ന നിലയിലേക്ക് രാഗവിസ്താരം മാറി. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഗവിസ്താരം എന്ന് പറയുന്ന രാഗത്തിൻ്റെ സാങ്കേതിക സ്വഭാവത്തെ വിശദീകരിക്കലല്ല, മറിച്ച് രാഗാനുഭവത്തെ എത്തിച്ചു കൊടുക്കലാണ്. അനുഭൂതി രാഗാലാപനത്തിൻ്റെ കേന്ദ്രത്തിൽ വരികയും സാങ്കേതികത പതിയെ പതിയെ പിന്നാക്കം മാറുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഈ കച്ചേരി സമ്പ്രദായത്തിൽ 1920-30കളോടെ വരികയും പൊതുവെ കർണാടക സംഗീതത്തിൻ്റെ അതുവരെയുള്ള ഘടനയിലെ നിർണായകമായ ചില മാറ്റങ്ങൾ വരികയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ അമൻത വൈഡ് ബാൻഡ് ഇതിനെ 3 കമ്പോണൻസ് ആയിട്ട് ക്രമീകരിച്ച് പറയുന്നുണ്ട്. ഒന്ന്, താളത്തിനു മുകളിൽ രാഗത്തിന് വലിയ പ്രാധാന്യം വന്നു. 2, മനോധർമ്മത്തെക്കാൾ കൃതിക്ക് പ്രാധാന്യം വന്നു. 3, എല്ലാ കൃതികൾക്കുമുള്ള പ്രാധാന്യത്തിന് പകരം ചില കൃതികൾക്ക് സവിശേഷമായ പ്രാധാന്യം വന്നു. അപ്പം ഇങ്ങനെ രാഗസംഗീതം പ്രധാനമായി തീരുക, താളത്തിന് വന്ന അപ്രാധാന്യം അല്ലെങ്കിൽ താളം ഒരു രണ്ടാം തരം കാര്യമായിട്ട് പതിയെ പതിയെ മാറുന്നത്, അല്ലെങ്കിൽ താളപ്രധാനമായ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫുൾ ബെഞ്ച് കച്ചേരി പോലെയുള്ള ഏർപ്പാടുകളൊക്കെ പതിയെ പതിയെ പിന്നോട്ട് പോകുന്നതിന് 2 കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ആധുനികമായ ഒരു വ്യക്തിപരതയുടെ ധ്യാനാത്മകതയ്ക്ക്, കണ്ടംപ്ലേറ്റീവായ ഒരു എൻഗേജ്മെൻറ്റിന് താളത്തേക്കാൾ പ്രധാനം രാഗമാണ്. നിങ്ങൾക്ക് ആഴത്തിൽ ഒന്നിൽ ആണ്ടുമുഴുകി ഉള്ളിലേക്ക് പോകാൻ താളമല്ലല്ലോ. താളം എപ്പോഴും ഒരു സംഘബോധത്തിലാണ്, കൂട്ടത്തിൻ്റെ ഒരു അനുഭവത്തിലാണ്. രാഗം വ്യക്തിപരമാണ്. അതുകൊണ്ട് രാഗാനുഭവം വൈയക്തികത കേന്ദ്രമാകുമ്പോൾ രാഗാത്മകത പ്രധാനമാകും എന്ന് പൊതുവെ പറയാം. 2, കർണാടക സംഗീതത്തിലും പ്രത്യേകിച്ചും തമിഴകത്തുമൊക്കെ നിലനിന്നിരുന്ന താളം, ചിന്നമേളം, പെരിയമേളം മുതലായ ദേവദാസി പാരമ്പര്യത്തിലെ പുരുഷന്മാരുടെ പെർക്കഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്നിരുന്നത്. അതുകൊണ്ട് താളസംഗീതത്തിന് വാസ്തവത്തിൽ ഈ ദേവദാസി പാരമ്പര്യത്തോടൊക്കെയുള്ള പലതരത്തിലുള്ള അഫിലിയേഷൻസ് കൂടിയുണ്ട്. അതുകൊണ്ട് താളപ്രധാനമായിരിക്കുക എന്ന് പറയുന്നതിൽ ഒരു കുലീനതയുടെ കുറവുണ്ട്. ഇതും പ്രധാനമാണ്. നമ്മുടെ MD രാമനാഥൻ്റെ സംഗീതത്തെക്കുറിച്ച് R നന്ദകുമാർ എഴുതിയ ലേഖനത്തിൽ എങ്ങനെയാണ് മൗനം എന്ന് പറയുന്ന ഒരു അധിക മൂല്യമുള്ള കാര്യമായി മാറുന്നത്, അതിനൊരു എസ്തറ്റിക്കായ ഒരു സൂപ്പർ വാല്യൂ എങ്ങനെയാണ് ഈ മൗനത്തിന് കൈവരുന്നതെന്ന് ഈ നന്ദകുമാർ നന്നായി പരിശോധിക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിലൊരു മഹത്വത്തിൻ്റെ അടയാളമാണല്ലോ മിണ്ടായിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊരു ഗഹനതയുണ്ടെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളിങ്ങനെ, പണ്ട് വിജയമാഷ് പറയും, ഇന്ത്യയിലെ സന്യാസിമാരുടെ പ്രധാനപ്പെട്ട ഗുണം വിശേഷങ്ങളിലൊന്നായിട്ട് പരിഗണിക്കപ്പെടുന്നിരുന്നത് അവരൊന്നും മിണ്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഗുരു അടയുന്നത് ആ പോയിന്റിലാണല്ലോ. ചട്ടമ്പിസ്വാമി ഒന്ന് ഗുരുവിനോട് ചോദിക്കും, പ്രവൃത്തിയാരായി അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഗുരു പറയും, പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന്. മീൻസ് ഇത് മൗനം എന്ന് പറയുന്നതിന് ഒരു അധിക മൂല്യം കൊടുക്കുക. വാസ്തവത്തിൽ എന്താ ഇയാളുടെ സിദ്ധി എന്ന് ചോദിച്ചാൽ 25 കൊല്ലമായിട്ട് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു മഹത്തായ മൂല്യമായിട്ട് മാറുകയും ഈ ഒരു ഘടകമുണ്ടല്ലോ, അതായത് ആധുനികമായ വ്യക്തിപരത പ്രബലമാകുന്നതോടെ
ഒരു തരത്തിലുള്ള ഏകാന്തത, നിശബ്ദത, ഇതിന് ഒരധിക മൂല്യം കൈവരികയും ശബ്ദായമാനമായ ഒരവസ്ഥ എന്ന് പറയുന്നത് പൊതുവെ ഉൾക്കാമ്പില്ലായ്മയായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. പൊതുവെ നമ്മുടെ ഫോക്ക് ട്രഡീഷനിലൊക്കെ നോക്കിയാൽ ശബ്ദം പ്രധാനമാണ്, താളം പ്രധാനമാണ്. ക്ലാസിക്കലിൽ നോക്കിക്കഴിഞ്ഞാൽ മൗനം പ്രധാനം. അപ്പോൾ നമ്മുടെ മോഡേണിസ്റ്റ് കാലത്തൊക്കെ സിനിമയിൽ ഒരാൾ മിണ്ടാൻ എത്ര നേരം കാത്തിരിക്കണം? ഞാനിതൊരു കുറ്റമായിട്ടൊന്നും പറയാമല്ലോ കേട്ടോ, ഒരു അഭിരുചി ഭേദത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ താളസംഗീതം പിന്നോട്ട് പോയതിൽ, കർണാടക സംഗീതത്തിൽ തന്നെ രാഗാത്മകതയ്ക്ക് മേൽക്കൈ വന്നതിൽ ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടാകാം എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന് വ്യക്തിപരതയുടെ ആധിപത്യം, രണ്ട് താളസംഗീതത്തിന് ചരിത്രപരമായിട്ടുണ്ടായിരുന്ന ചില പിന്നോക്കാവസ്ഥകൾ എന്ന് പറയാം. അപ്പം ഇങ്ങനെ വന്നതോടെ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു. താളത്തിനു മേൽ രാഗം വരുന്നു. മനോധർമ്മം എന്നത് ക്ലാസിക്കൽ പ്രയോഗത്തിൻ്റെ മാനദണ്ഡമായിരുന്നതിന് പകരം ആലപിക്കപ്പെടുന്ന കൃതികൾ അതിൻ്റെ ക്ലാസിക്കൽ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ തുടങ്ങുന്നു. ഏത് കൃതിയാണ് പാടിയത്? ത്യാഗരാജനാണോ, മുത്സ്വാമി ദീക്ഷിതരാണോ, പുരന്ദരദാസനാണോ? അങ്ങനെ രചയിതാക്കൾ എന്ന് പറയുന്നത് പ്രധാനമായി തീരുകയും മനോധർമ്മം ആ കൃതിയേക്കാൾ പിന്നരയിലുള്ള ഒരു സംഗതിയായി തീരുകയും ഒപ്പം തന്നെ ചില വാഗ്ഗേയകാരന്മാർക്ക് മറ്റു ചിലരേക്കാൾ മേന്മ കൈവരുകയും ചെയ്യുന്നു എന്ന് പറയാം. ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഗാലാപനത്തിലടക്കം സങ്കീർണത കുറയുകയും അനുഭൂതി മൂല്യം കൂടുകയും ചെയ്യും. ഇപ്പം മുമ്പ് 1.5 മണിക്കൂറോ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ എടുത്തൊരു രാഗത്തെ സൂക്ഷ്മമായി വിടർത്തിയിരുന്നതിന് പകരം 5-10 മിനിറ്റ് കൊണ്ട് ആ രാഗാനുഭൂതിയെ പകർത്തുകയാണ്. അല്ലാതെ രാഗത്തിൻ്റെ സാങ്കേതിക അംശങ്ങൾ, അതിൻ്റെ പൂർണ്ണമായ വിടർത്തലുകൾ, അതൊക്കെ വല്ലപ്പോഴും കാണിക്കുന്ന ഒരു കസർത്തായിട്ട്, മാത്രമല്ല അത് കസർത്ത് എന്നുള്ള നിലയിലേക്ക് പരിഗണിക്കപ്പെടാനും തുടങ്ങി. ഇങ്ങനെ സഭാസംഗീതം എന്ന് പറയുന്നത് ആളുകൾ കൊട്ടാരത്തിൽ കേട്ടിരുന്ന കച്ചേരി സഭയിൽ പോയി കേൾക്കാൻ തുടങ്ങി എന്ന ലളിതമായ രൂപത്തിലല്ല മനസ്സിലാക്കേണ്ടത്. കർണാടക സംഗീതത്തിലൊരു പാരഡൈം ഷിഫ്റ്റാണ്. അതുവരെ ഉണ്ടായിരുന്ന കർണാടക സംഗീതത്തിൻ്റെ പാറ്റേണിൽ ഗംഭീരമായൊരു മാറ്റം 30കളോടെ വന്നു. ഈ മാറ്റത്തെ മുഴുവൻ ക്രോഡീകരിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് അരിയക്കുടിയുടെ കച്ചേരി സമ്പ്രദായം കൊണ്ടുവന്ന മാറ്റം. അന്നത് വലിയ തോതിൽ എതിർക്കപ്പെട്ടു കേട്ടോ. ഇന്നിപ്പോൾ സാർവത്രികമായിട്ട് സ്വീകരിക്കപ്പെട്ടെങ്കിലും അന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു. കർണാടക സംഗീതത്തെ നശിപ്പിച്ച ഒന്നായിട്ടാണ് പല അക്കാലത്തെ സംഗീതജ്ഞരും അരിയക്കുട്ടിയുടെ കച്ചേരി പദ്ധതിയെ കണ്ടിരുന്നത്. ഇതേ കാലത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സാങ്കേതികമായ കുറേ പരിവർത്തനങ്ങൾ വന്നു. 2 ഘടകങ്ങൾ. ഒന്ന് മൈക്രോഫോണിൻ്റെ വരവ്, 2 റെക്കോർഡിംഗ് ഇൻഡസ്ട്രി. മൈക്രോഫോണിൻ്റെ വരവോടെ അത് പാട്ടുകാരെയും മാറ്റി, കേൾവിക്കാരെയും മാറ്റി. അപ്പോൾ പാട്ടുകാരെ എങ്ങനെയാണ് മാറ്റിയെന്ന് വെച്ചാൽ, ഒരു സഭയിൽ അവസാനത്തെ ആൾ കേൾക്കുന്നത് വരെ ഉള്ള ശബ്ദത്തിൽ പാടുന്നതായിരുന്നല്ലോ നല്ല ഗായകത്വത്തിൻ്റെ അടയാളം. മൈക്രോഫോൺ വന്നപ്പോൾ അങ്ങനെ പാടുന്നവർ തൊള്ള തുറന്ന് പാടുന്നവരായി. അത് മോശം പാട്ടായി. അപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിൽ വളരെ ധ്യാനാത്മകമായ ആലാപനത്തിൻ്റെ ഒരു കണ്ടംപ്ലേറ്റീവ് സിംഗിങ് എന്ന് പറയാവുന്ന, തന്നിലേക്ക് തന്നെ പിൻവാങ്ങിയിരുന്ന് തന്നിലേക്ക് തന്നെ ആഴ്ന്ന് ആത്മാന്വേഷണത്തിൻ്റെയൊക്കെ ഒരു ടോണൽ എഫക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ആലാപനത്തിൻ്റെ സാധ്യതയെ മൈക്രോഫോൺ മുമ്പോട്ട് കൊണ്ടുവന്നു. അതായത് സംഗീതത്തെ ഇൻഡിവിജ്വലിസ്റ്റിക്കായ ഒരു എക്സ്പീരിയൻസ് ആക്കുന്നതിൽ ഈ മൈക്രോഫോൺ വലിയ പങ്കുവഹിച്ചു. കേൾവിക്കാരെ സംബന്ധിച്ചും അത് വ്യക്തിപരമായൊരു വിനിമയത്തിൻ്റെ തലം എത്തി. നന്ദകുമാർ പറയുന്നുണ്ട്, ഒരുപക്ഷെ മൈക്രോഫോൺ കൊണ്ടുവന്ന ഈ ഒരു അവതരണത്തിൻ്റെയും ആലാപനത്തിൻ്റെയും രീതിയോട് ഒത്തുപോകാൻ പറ്റാത്തതായിരിക്കണം നാഗസ്വരത്തെ പുറകോട്ട് കൊണ്ടുപോയത്. നാഗസ്വരം വാസ്തവത്തിൽ വളരെ പ്രബലമായൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് തമിഴകത്തുണ്ട്. പക്ഷെ ആധുനികതയുടെ ഒരു ഫേസ് വരുമ്പോഴേക്കും നാഗസ്വരം പിന്നോട്ട് പോവുകയും അതൊരു മോശം ഇൻസ്ട്രുമെൻ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ആഭിജാത്യമില്ലാത്ത ഇൻസ്ട്രുമെൻ്റായിട്ട്, അതിൻ്റെ സുപ്രധാനമായ ഘടകമായി തീർന്നത് ഈ മൈക്രോഫോണിൻ്റെ വരവും അത് സംഗീതത്തിൻ്റെ ഘടനയിലുണ്ടാക്കിയ മാറ്റവുമാണ്. കാരണം ഒരു കണ്ടംപ്ലേറ്റീവ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് പൊതുവെ സാധ്യമല്ലാതാകുന്നുണ്ട്. കാരണം ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ആനന്ദകുമാരസ്വാമിയൊക്കെ ഈ ഘട്ടത്തിൽ 909 അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നുണ്ട്. അത് ഈ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വന്ന സന്ദർഭത്തിലാണ്. റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. ഈ ശബ്ദാലേഖനം വന്ന് ആദ്യം LP റെക്കോർഡുകളിൽ 4.5 മിനിറ്റൊക്കെയാണല്ലോ റെക്കോർഡ് ചെയ്യാൻ പറ്റുക. 5 മിനിറ്റ് 4.5 മിനിറ്റൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പഴയ പണ്ഡിത ഗായകർ റെക്കോർഡിങ്ങിന് തയ്യാറായില്ല.
അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. ഒന്ന്, അവർക്ക് ഈ 4.5 മിനിറ്റ് കൊണ്ടൊന്നും പാടിയെത്തിക്കാൻ പറ്റില്ല. ഇപ്പം ചിലർ എന്നെ 5 മിനിറ്റ് ഉള്ള 10 മിനിറ്റ് പ്രസംഗത്തിനൊക്കെ വിളിക്കുക. അപ്പം ഞാൻ പറയും എനിക്ക് തുടങ്ങാൻ പറ്റില്ല ഈ 10 മിനിറ്റ് കൊണ്ട്. നമുക്കൊരു 1.5 മണിക്കൂറാണ് കച്ചേരി. രമേശ് വർമ്മ എന്നോട് പണ്ട് ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, ഇന്ന് എവിടെയാണ് കച്ചേരി എന്ന്. കാരണം നമുക്കിതിങ്ങനെ തുടങ്ങി എത്തണമല്ലോ ഒരു സ്ഥലത്ത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല. ഏതാണ്ട് ഈ പ്രശ്നം അവർക്കും ഉണ്ടായിരുന്നു. കാരണം അവർക്കൊരു രാഗം വിസ്തരിച്ച് വരാൻ തന്നെ 1.5 മണിക്കൂർ വേണം, അല്ലെങ്കിൽ 3/4 മണിക്കൂർ വേണമെന്നിരിക്കെ 4.5 മിനിറ്റിൽ എന്ത് പാടാനാണ്, എന്ത് റെക്കോർഡ് ചെയ്യാനാണ്? അതുകൊണ്ട് റെക്കോർഡിങ്ങിന് തയ്യാറായില്ല. പിന്നെ പഴയ ആളുകളുണ്ടല്ലോ, നമ്മുടെ ടൈഗർ വരദരാജാചാരി എന്നൊക്കെ പറയുന്ന, എങ്ങനെയാണ് ഒരു ഗായകൻ ആ പേര് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. MD രാമനാഥിൻ്റെ ഗുരുവാണ് ടൈഗർ വരദരാജാചാരി എന്ന് ഒരു പാട്ടുകാരനെ വിളിച്ചാൽ എന്തു ചെയ്യും? എന്തായാലും അങ്ങനെ ഒരു പേര്. അപ്പം അദ്ദേഹമൊന്നും ഇതിന് വഴങ്ങിയില്ല. അദ്ദേഹം അതിന് ഈ ഒന്ന് സമയം ഒരു കാരണം. പിന്നെ പലരും കരുതിയത് അങ്ങനെ റെക്കോർഡ് ചെയ്ത് എന്താ പറയുക, ബാർബർ ഷോപ്പുകളിലും പെട്ടിക്കടകളിലും ഒരു നാളുകൾ കേട്ട് നശിക്കാനുള്ളതല്ല സംഗീതം. അതിൻ്റെ ഒരു ശുദ്ധിയും മഹിമയൊക്കെ ഉണ്ട്. അത് ചില സ്ഥലങ്ങളിലെ പാടേണ്ടതുള്ളൂ. ഇങ്ങനെ ഒരു തരം ശുദ്ധിവാദവും പിന്നെ തങ്ങളുടെ പ്രയോഗ രീതിയുടെ സവിശേഷതയും ചേർന്ന റെക്കോർഡിങ്ങിൽ നിന്ന് വലിയ ഗായകരെ പലരെയും അകറ്റി നിർത്തി. ഈ ഘട്ടത്തിലാണ് വാസ്തവത്തിൽ നമ്മുടെ ചില പുതിയ ഗായികമാർ വന്നത്. വാസ്തവത്തിൽ കർണാടക സംഗീതത്തെ വഴിതിരിച്ചു വിട്ട 3-4 പേരുടെ രംഗപ്രവേശം ഈ ക്രിട്ടിക്കൽ മൊമെൻറ്റിലാണ്. ഒന്ന് MS സുബ്ബലക്ഷ്മി, DK പട്ടമ്പാൾ, അതുപോലെ തന്നെ T ബൃന്ദ, പിന്നെ വസന്തകുമാരി. ഈ 4 പേര് വരുന്നത്, പ്രത്യേകിച്ചും പട്ടമ്പാളും MS-ഉം ML വസന്തകുമാരി. പട്ടമ്മാൾ കൊളംബിയ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി കമ്പനി ഏറ്റെടുത്തു. MS സുബ്ബലക്ഷ്മിയെ HMVയും ഏറ്റെടുക്കുകയും ആയിരക്കണക്കിന് റെക്കോർഡുകൾ പുറത്തു വരികയും ചെയ്തു. ഇപ്പം എപ്പടി പാടിനാരോ നിങ്ങൾ കേട്ടറിയാമല്ലോ, ഒരു 3 മിനിറ്റ് 4 മിനിറ്റേ ഉള്ളൂ. പക്ഷെ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്? അങ്ങനെ പട്ടമ്മാളുടെയും MS-ൻ്റെയും ഒക്കെ റെക്കോർഡുകൾ ഇങ്ങനെ വന്നതോടെ അത് വൻതോതിൽ പെരുകി. വാസ്തവത്തിൽ 30കളിൽ ആയിരക്കണക്കായ റെക്കോർഡുകളാണ് ഈ ഗ്രാംഫോൺ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വന്നത്. ഇത് അക്കാലം വരെ ഉണ്ടായിരുന്ന കേൾവിശീലത്തെ പല നിലകളിൽ അട്ടിമറിച്ചു. ഒന്ന്, അതിദീർഘമായ കേൾവിയുടെ ഒരു സന്ദർഭത്തിൽ നിന്ന് കേൾവിയെ സമയപരമായി അത് ചുരുക്കി. 2, ദീർഘമായ സാങ്കേതിക അവതരണങ്ങൾക്ക് പകരം ഡയറക്റ്റായിട്ടുള്ള അവതരണത്തിൻ്റെ ഒരു തലം ശക്തിപ്പെടുന്നുണ്ട്. വളരെ വിസ്തരിച്ച് പാടിപ്പോകാനൊന്നും സമയമില്ല, റെക്കോർഡ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ചെറിയ കൃതികളും അതിൻ്റെ ആലാപനങ്ങളും അതിൻ്റെ കേൾവിയും വന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒറ്റ തിരിഞ്ഞ് വളരെ ന്യൂനപക്ഷം വരുന്ന ആളുകൾ മാത്രം കേട്ടിരുന്നതിൽ നിന്ന് മാറി ഒരു വലിയ കേൾവി സമൂഹം റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വഴി കർണാടക സംഗീതത്തിന് ഉണ്ടായി വന്നു എന്നതാണ്. മറ്റു ചിലർ പറയുന്നത് ഗുരുവിനെ ഗ്രാംഫോൺ റെക്കോർഡ് പുറത്താക്കി എന്നുമാണ്. കാരണം ഗുരുമുഖത്ത് നിന്ന് കേട്ടും പറഞ്ഞും പഠിക്കുന്നതിന് പകരം ഈ റെക്കോർഡ് കേട്ട് പഠിക്കുകയും റെക്കോർഡ് ഗുരുസ്ഥാനത്തെ കയ്യേറുകയും ചെയ്തു. ഈ റെക്കോർഡിംഗ് ഇൻഡസ്ട്രിക്കെതിരെ അന്ന് അതിശക്തമായി എഴുതുന്ന ആൾ ആനന്ദകുമാരസ്വാമിയാണ്. അതിലൊരു കൗതുകം. അത് ആനന്ദകുമാരസ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണാടക സംഗീതത്തെ തകർക്കുന്ന ഏർപ്പാടാണ് ഈ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി എന്നാണ്. അദ്ദേഹം പറഞ്ഞ് ഹാർമോണിയം പോലെയോ അല്ലെങ്കിൽ പിയാനോ പോലെയുള്ള ഇൻസ്ട്രുമെൻസിനൊന്നും ഭാരതീയ സംഗീതത്തെ ആവിഷ്കരിക്കാൻ പറ്റില്ല. അതിലൊരു ശരിയുണ്ട് കേട്ടോ. 2 സ്വരസ്ഥാനങ്ങൾക്കിടയിലുള്ള ഈ സഞ്ചാരമുണ്ടല്ലോ, ഗമകപ്രയോഗങ്ങൾ, ആ ഗമകത്തെ ആവിഷ്കരിക്കാനായിട്ട് സുനിശ്ചിത സ്ഥാനങ്ങളിൽ മാത്രം ശബ്ദം ഉണ്ടാക്കുന്ന ഹാർമോണിയത്തിനോ പിയാനോയ്ക്കോ പറ്റില്ല. അതുകൊണ്ട് സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ്, വീണ പോലെയുള്ള നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകളിലാണ്, അതും ജൈവികമായ വിരൽ സ്പർശമുള്ള തന്ത്രീവാദ്യങ്ങളിലാണ് വാസ്തവത്തിൽ ഭാരതീയ സംഗീതം ഏറ്റവും ശക്തമായിട്ട് വരിക. അത് ജൈവസ്വരമായിട്ട് കേൾക്കണം, അതല്ലാതെ റെക്കോർഡഡ് അല്ല. അതുകൊണ്ട് റെക്കോർഡഡായ സംഗീതം വാസ്തവത്തിൽ ഭാരതീയ സംഗീതത്തിൻ്റെ തകർച്ചയാണ് എന്ന് വാദിച്ചുകൊണ്ട് ആനന്ദകുമാരസ്വാമിയും ഏതാണ്ട് അതിനെ പിൻപറ്റുന്ന ഒരു കൂട്ടം ഗായികമാരെന്ന് പറഞ്ഞുകൂടെ, ഗായകർ പൊതുവെ ഈ കാലത്തുണ്ട്. അപ്പോൾ ഈ നിർണായക ഘട്ടം ഇതൊരു വലിയ ടെൻഷനാണ്. കാരണം എന്താ വെച്ചാൽ സാങ്കേതിക വിദ്യ, സഭാസംഗീതം ഇതെല്ലാം വഴി ആധുനികതയുടെ ഒരു തള്ളിക്കയറ്റം. പക്ഷെ അങ്ങനെ തള്ളിക്കയറുന്ന സമയത്ത് തന്നെ പാരമ്പര്യത്തെ പരിരക്ഷിക്കണം എന്ന വലിയ ഉത്കണ്ഠ. കാരണം ഈ തള്ളിക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ട് പാശ്ചാത്യമായൊരു യുക്തിയിലേക്ക് ഇന്ത്യൻ സംഗീതം പൊയ്പോകരുത് എന്ന ഒരു താല്പര്യം. ഞാൻ ഇന്നലെ നിങ്ങളോട് സാന്ദർഭികമായി പറഞ്ഞല്ലോ. അതായത് കൊളോണിയൽ അധിനിവേശം അരങ്ങേറാത്ത, കടന്നു കയറാത്ത വിശുദ്ധ മണ്ഡലങ്ങളെ സൃഷ്ടിക്കാനുള്ള ഒരു വ്യഗ്രത വാസ്തവത്തിൽ
20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യൻ മധ്യവർഗത്തിന് കാതലായിട്ടുണ്ട്, കലശലായിട്ടുണ്ട്. ആ വ്യഗ്രതയാണ് നമ്മുടെ ഗാർഹികതയുടെ പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് സമാനമായ നിലയിലുള്ളൊരു വ്യഗ്രത സംഗീതത്തെ സംബന്ധിച്ചും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സംഗീതത്തെ സംബന്ധിച്ച് ഉണ്ടായ സമയത്ത് വാസ്തവത്തിൽ കർണാടക സംഗീതം ഇതിന് പര്യാപ്തമാണ് എന്ന് കരുതുകയും ഒരു ഭാഗത്ത് അത് കലർപ്പില്ലാത്ത പാശ്ചാത്യ മുദ്രകളോ ഇസ്ലാമിക മുദ്രകളോ പതിയാത്ത തനി ഭാരതീയ സംഗീതമാണ് എന്ന് കരുതുകയും മറുഭാഗത്ത് വെങ്കടമഖിയുടെയൊക്കെ സാങ്കേതികമായ ചിട്ടപ്പെടുത്തൽ കൊണ്ട് സങ്കേതഭദ്രമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്തു. ഈ ശുദ്ധമായ ഒരു സംഗീതത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നത് പ്രധാനമായി തീരുകയും അതിനെ ചൊല്ലിയുള്ള ഒരു ഉത്കണ്ഠ പൊതുവിൽ നമ്മുടെ സംഗീത സംസ്കാരത്തിൽ പ്രബലമാവുകയും ചെയ്തു. പക്ഷെ അതേസമയം തന്നെ സഭകൾ വഴിയും റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വഴിയും ഗ്രാമഫോൺ റെക്കോർഡുകൾ വഴിയുമൊക്കെ വലിയ തോതിൽ ഈ സംഗീത സംസ്കാരത്തിൻ്റെ ഒരു വ്യാപനവും സംഭവിക്കുന്നുണ്ട്. വ്യാപനം പാട്ടുകൊണ്ട് മാത്രമല്ല, ആ പാട്ടിൽ ഭാരതീയത ഉണ്ട് എന്നുള്ള പ്രതീക്ഷ കൊണ്ടും കൂടിയാണ് ഈ വ്യാപനം സംഭവിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ 1930-കളിന്നോ 20-കളിന്നോ ഒക്കെ വിളിക്കാവുന്ന ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടുകളിലാണ് വാസ്തവത്തിൽ ത്യാഗരാജനെ ഒരു പിതൃബിംബമായി പ്രതിഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന, ഞാനതൊരു ഗൂഢാലോചന നടത്തി സ്ഥാപിച്ചു എന്നൊന്നുമല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് അതിനുള്ള എല്ലാ ആഭ്യന്തര ശേഷിയുമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല. ഈ ഘട്ടത്തിൽ 4-5 സവിശേഷതകൾ ത്യാഗരാജ സംഗീതത്തെ മുൻനിർത്തി സംഗീത പഠിതാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, 20-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ട് അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാകുമ്പോഴേക്കും തന്നെ അതിപ്രബലമായ ഒരു ശിഷ്യ പാരമ്പര്യം ത്യാഗരാജനുണ്ട്. 3 പരമ്പരകളുണ്ട്. ഒന്ന് വലജാപ്പേട്ട് വരുന്നു, മറ്റൊന്ന് ഉമയാൾപുരം പാരമ്പര്യം വരുന്നു, തില്ലൈസ്ഥാനം പരമ്പര വരുന്നു. ഈ 3 പരമ്പരകൾ, ഈ 3 പരമ്പരയുടെ പ്രത്യേകത എന്താണ്? ശിഷ്യന്മാരുണ്ടെന്നുള്ളതല്ല, ത്യാഗരാജൻ തൻ്റെ കൃതികളൊക്കെ സാഹിത്യപരമായിട്ടും വ്യവസ്ഥപ്പെടുത്തി അവയുടെ ആലാപനക്രമത്തിലും വ്യവസ്ഥപ്പെടുത്തി സ്വയം തയ്യാറാക്കി ആലപിച്ചു എന്ന് മാത്രമല്ല, ആലാപനത്തിൻ്റെ ക്രമങ്ങളൊക്കെ ഈ ശിഷ്യ പരമ്പര വഴി സംരക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യയിലെ കർണാടക സംഗീതത്തിലെ ഒരു വാഗ്ഗേയകാരനുമില്ലാത്ത സവിശേഷമായൊരു മികവ് ത്യാഗരാജനുണ്ട്. അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ, അദ്ദേഹം ക്രമപ്പെടുത്തിയ രീതിയിൽ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ദീർഘകാലം തുടർച്ച കിട്ടി ഈ ശിഷ്യ പരമ്പര വഴി എന്നത്. അത് മറ്റാർക്കെങ്കിലും അതേ അളവിൽ അവകാശപ്പെടാൻ പറ്റില്ല. അതൊരു തർക്കം വന്നു കേട്ടോ. കാരണം ഈ ഓരോ ശിഷ്യ പരമ്പരയും ഒരു കൃതി കൊണ്ടു കിടക്കുന്നത് ഓരോ നിലയ്ക്കാണ്. അതുകൊണ്ട് ഈ ഉമയാൾപുരവും തില്ലൈസ്ഥാനവും ഒരു കൃതി തന്നെ സൂക്ഷിക്കുന്നത് ഒരേ നിലയ്ക്കല്ല. അങ്ങനെയുള്ള ചില കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. 1950-കളായപ്പോഴേക്കും അത് സെറ്റിൽ ചെയ്ത് ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ മദ്രാസ് മ്യൂസിക് അക്കാഡമി വഴി ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ശിഷ്യ പാരമ്പര്യം ഉണ്ടാക്കിയ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സാഹിത്യത്തിന് പാഠപരമായൊരു ഭദ്രത വന്നു കൃതികൾക്ക്. 2, ആലാപനത്തിന് ഒരു വ്യവസ്ഥയും വന്നു. അതുകൊണ്ട് ഒരു ക്ലാസിക്കൽ ഫോർമാറ്റ് എന്ന് വിളിക്കാവുന്ന മട്ടിൽ 2 തരത്തിലുള്ള സുഘടിതത്വം രചനാപരമായിട്ടും അവതരണപരമായിട്ടും വന്നു. രണ്ടാമതൊരു കാര്യമായിട്ട് ഈ ത്യാഗരാജ സംഗീതത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അത് ഇപ്പം പി സാംബമൂർത്തി വലിയ കർണാടക സംഗീത നിരൂപകനാണ്. അദ്ദേഹം ത്യാഗരാജ സംഗീതത്തിൻ്റെ മൗലികമായൊരു സവിശേഷതയായിട്ട് കാണുന്നത് അതുവരെ 2 വഴികളായിട്ട് സഞ്ചരിച്ചിരുന്ന പാരമ്പര്യ സംഗീതം അല്ലെങ്കിൽ കൊട്ടാര സംഗീതം, കൊട്ടാരത്തിന് പുറത്ത് ബഹുജന സംഗീതമായിട്ട് നിലനിന്നിരുന്ന ഭജന സംഗീതം. ഈ കൊട്ടാര സംഗീതവും ഭജന സംഗീതവും അക്കാലത്ത് ഒരു ഭാഗത്ത് ഭാഗവതന്മാർ, മറുഭാഗത്ത് സംഗീത വിദ്വാൻമാർ, ഇങ്ങനെയാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. ഈ 2 വഴികളിൽ ഭാഗവതന്മാരുടെ ഭക്തിയും കൊട്ടാര പണ്ഡിതന്മാരുടെ വിഭക്തിയും അല്ലെങ്കിൽ പാണ്ഡിത്യവും എന്ന നിലയിൽ 2ആയി പോയിരുന്ന ഈ കർണാടക സംഗീതത്തിൻ്റെ വഴികളെ ആദ്യം കൂട്ടിയിണക്കുന്നതിൽ ഏറ്റവും നിർണായക വിജയം ത്യാഗരാജൻ്റെതാണ് എന്ന് ആണ് സാംബമൂർത്തി കരുതുന്നത്. ഭക്തിയിൽ നിന്ന് അത് പാണ്ഡിത്യത്തിൽ നിന്ന് ഭക്തിയിലേക്കോ ഭാഗവതരിൽ നിന്ന് വിദ്വാനിലേക്കോ സംഘപരമായ ആലാപനത്തിൽ നിന്ന് വ്യക്തിഗതമായ ആലാപനത്തിലേക്കോ ഭജനയുടെ സ്വഭാവത്തിൽ നിന്ന് ധ്യാനാത്മകതയിലേക്കോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയുന്ന മട്ടിലുള്ള ഒരിണക്കം
പ്രധാനമായിട്ടും ത്യാഗരാജ സംഗീതത്തിൽ രൂപപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ത്യാഗരാജ സംഗീതം നോക്കിയാൽ അറിയാം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കീർത്തന പാരമ്പര്യത്തിലേക്ക് നോക്കിയാൽ തന്നെ, ദിവ്യനാമ സങ്കീർത്തനങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ, അത് കേവലം ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം പോലെ വിഷ്ണുവിൻ്റെ 1000 പര്യായങ്ങളിങ്ങനെ പല രൂപത്തിൽ ആവർത്തിക്കുക മാത്രമല്ല, ഈ ദൈവപൂജയോടും ദേവാർച്ചനയോടുമൊപ്പം തന്നിലേക്ക് തന്നെയുള്ള തിരിഞ്ഞുനോട്ടങ്ങൾ പ്രധാനമായിട്ട് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 50-ലധികം സ്ഥാനങ്ങളിൽ തൻ്റെ ആത്മാവിനെ തന്നെ ത്യാഗരാജൻ ദിവ്യനാമ സങ്കീർത്തനത്തിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കായ ഒരു ഇൻറ്റേണലായ ഒരു നോട്ടം വരുന്നുണ്ട്. ഇത് ത്യാഗരാജ കൃതികളെ വേറൊരു നിലയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് ഭജന സംഗീതം ജന്മം നൽകിയ ഒരു കൂട്ടായ്മയുടെയും സംഘപരമായ ആസ്വാദനത്തിൻ്റെയും അനുഭൂതിയുടെയും തലത്തെ നിലനിർത്തുക, മറുഭാഗത്ത് കൊട്ടാര സംഗീതം ജന്മം നൽകുന്ന സാങ്കേതിക ഭദ്രതയുള്ള രചനാശില്പങ്ങളെ അതിനോട് കൂട്ടിയിളക്കുകയും ചെയ്യുക. 2 വഴികൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥാനമായിട്ട് ത്യാഗരാജ സംഗീതം മാറി എന്നാണ് അതേക്കുറിച്ചുള്ള സാംബമൂർത്തിയൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതോടൊപ്പം പരിഗണിക്കേണ്ട ഒരു കാര്യം, ത്യാഗരാജൻ ഉണ്ടാക്കിയെന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ, പക്ഷേ ത്യാഗരാജനിലൂടെ കർണാടക സംഗീതത്തിൽ വല്ലാതെ ഉറച്ച മേൽക്കൈയിലേക്ക് വന്ന ഒരു ജനുസാണ് കൃതികൾ എന്നത്. കീർത്തനങ്ങളിൽ നിന്ന് കൃതികളിലേക്കുള്ള മാറ്റം. ത്യാഗരാജനാണ് കൃതികൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ചിലപ്പോൾ അതിവാദമായിരിക്കും. മുമ്പും കൃതികളുടെ ചില സൂചനകളൊക്കെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൃതിയെ ഒരു എന്താണ് കീർത്തനവും കൃതിയും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ വെങ്കടസുബ്രഹ്മണ്യ അയ്യർ, കർണാടക സംഗീതജ്ഞനായ വലിയ പണ്ഡിതനായ വെങ്കടസുബ്രഹ്മണ്യ അയ്യർ 4-5 അടിസ്ഥാന വ്യത്യാസങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, കീർത്തനം പ്രാഥമികമായി ദേവസ്തുതിയാണെങ്കിൽ കൃതിയിൽ ദേവസ്തുതി എന്ന പോലെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നാനാതരം കാര്യങ്ങൾ വരുന്നു. അത് തത്വവിചാരപരമായി വരുന്നു, ഭക്തിയെക്കുറിച്ച് പറയുന്നു, അവനവനെക്കുറിച്ച് പറയുന്നു, ലോകക്രമത്തിൻ്റെ ഗതിഭേദങ്ങളെക്കുറിച്ച് പറയുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു ആധുനിക സാഹിത്യ കൃതി കൈകാര്യം ചെയ്യുന്ന പ്രമേയമണ്ഡലങ്ങൾ വലിയൊരളവോളം കൃതിയിൽ വരുന്നുണ്ട്. കീർത്തനത്തിൽ അത്തരമുള്ള ജീവിത വൈവിധ്യങ്ങൾ ഇല്ല എന്നതാണ് പറയുന്നൊരു കാര്യം. രണ്ടാമത് അദ്ദേഹം പറയുന്നൊരു കാര്യം, കീർത്തനത്തിൽ ഒരു രാഗത്തിൻ്റെ സാമാന്യ സഞ്ചാരത്തിനപ്പുറത്തേക്കുള്ള പോക്ക് കുറവാണ്. കൃതിയിലെത്തുമ്പോൾ രാഗത്തിൻ്റെ സൂക്ഷ്മ സഞ്ചാരങ്ങളുണ്ട്, അപൂർവ ഭാവങ്ങളുണ്ട്. അതുവഴി കൃതി എന്നത് ഒരു ഗായകൻ്റെയോ ഗായികയുടെയോ സ്വകാര്യമായൊരു പ്രതിഭാവിശേഷത്തിൻ്റെ പ്രകാശനത്തിന് കൂടുതൽ ഇടം കൊടുക്കുന്നു. മറ്റതൊരു സാമാന്യ തലത്തിൽ നിൽക്കുമെന്നതാണ്. കീർത്തനം ഒരു സംഘാലാപനമാണെങ്കിൽ കൃതി വ്യക്തിഗതമായ ഒരാലാപനത്തിൻ്റെ വഴി നൽകുന്നു. നാലാമതൊരു കാര്യം പറയുന്നത്, കീർത്തനങ്ങളെ സംബന്ധിച്ച് ചരണങ്ങളിൽ ധാതുഭേദം അധികം കാണാൻ കഴിയില്ലെങ്കിൽ കൃതിയിലെത്തുമ്പോൾ ചരണങ്ങളിൽ ധാതുഭേദത്തിൻ്റെ സാധ്യതയുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കൂട്ടത്തിൻ്റെ പൊതുവായ ആലാപനം എന്നതിൽ നിന്ന് ഒരു വ്യക്തിയുടെ ആഴമേറിയ ആന്തരികമായ ആലാപനത്തിൻ്റെ വിഭവം എന്ന നിലയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് കൃതിയിലുണ്ട്. ഈ കൃതിയെ കർണാടക സംഗീത ആലാപനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ത്യാഗരാജന് നിർണായകമായ പങ്കുണ്ട്. ഒരു ഫോം എങ്ങനെയാണ് ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പ്രഷൻ ആകുന്നത് എന്നുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ തുടക്കം 1-ാം ദിവസം ലൂക്കാച്ചിൻ്റെ ഒരു നിരീക്ഷണം പറയുണ്ടായി. അതായത് ചരിത്രം ഒരു കലാവസ്തുവിൽ ഏറ്റവും ആഴത്തിൽ സ്ഥാനം പിടിക്കുക അതിൻ്റെ രൂപത്തിലാണ്. കൃതി എന്ന് പറയുന്ന ആ ഫോം എങ്ങനെയാണ് മോഡേണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷനായി തീരുന്നതെന്ന് ചോദിച്ചാൽ, മോഡേണിറ്റി പറഞ്ഞാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊന്നും വിളിച്ചു പറഞ്ഞിട്ടല്ല, മറിച്ച് മോഡേണിറ്റിയുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, വ്യക്തി അനുഭവം, അതിൻ്റെ വൈകാരികത, അതിൻ്റെ ധ്യാനാത്മകത, അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ഫോമായിട്ട് കൃതി കർണാടക സംഗീതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കയറി വരുന്നു. വാസ്തവത്തിൽ ആധുനികത ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പറ്റത്തിലൊരാൾ എന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാളായിട്ട് മനുഷ്യരെ മാറ്റി. അതുവരെ മനുഷ്യർ പറ്റാണ്, ഇതിൽ നിന്ന് ഒറ്റയ്ക്കൊരാളാകുന്നു ഞാൻ. എൻ്റെ ഒരു ആന്തരികത പ്രധാനമായിത്തീരുന്നു. ഈ ജ്ഞാന രൂപപ്പെടുത്തുന്നു. അതിന് പര്യാപ്തമായ ഒരു തലം ഈ സംഗീത ആവിഷ്കാരത്തിൽ വരുന്നു. മൂന്നാമത്തെ ഒരു ഘടകം, ഇതും വളരെ പ്രധാനമാണ്,
അത് ത്യാഗരാജൻ സംഗീതത്തിലേക്ക് സന്നിവേശിപ്പിച്ച സംഗതികളാണ്. സംഗതികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആലാപനത്തിൻ്റെ വേളയിൽ പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. ആലാപനത്തിൽ പടിപടിയായി മാറ്റം. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവർത്തനവുമുണ്ട്, പക്ഷേ ഓരോ ആവർത്തനത്തിലും അനന്യതയുണ്ട്. നിങ്ങൾ ആവർത്തിക്കുകയാണ്, പക്ഷെ ആവർത്തിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലാതെ കേവല ആവർത്തനമല്ല. അപ്പോൾ ആവർത്തനത്തിലൂടെ അതായത് രാഗശില്പത്തെ ആവർത്തനത്തിലൂടെ ദൃഢമാക്കുന്നു, പക്ഷെ ഓരോ ആവർത്തനത്തിലൂടെയും ഈ ആലാപനത്തിന് അനന്യത കൈവരികയും ചെയ്യും. സാധാരണ നിലയിൽ ദാർഢ്യം എന്ന് പറയുന്നത് അനന്യതയെ ചുരുക്കുക ചെയ്യുക. രാഗശില്പത്തെ ആവർത്തനത്തിലൂടെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ സ്കെയിലിനുള്ളിൽ രാഗത്തിൻ്റെ സൂക്ഷ്മഛായകളെ പതിയെ പതിയെ വിടർത്തി കൊണ്ടുവരികയും, നമ്മുടെ ഒരു കലാനിരൂപകൻ പിന്നീട് പറഞ്ഞതുപോലെ ഒരു രാഗം എന്ന് പറയുന്നത് പാടിക്കേട്ടതെല്ലാം രാഗഛായകളാണ്, ഇനി പാടാനാകാതെ അവശേഷിക്കുന്നതാണ് രാഗം എന്ന നിലയിലേക്ക് രാഗത്തെ വിടർത്തുന്നു. അല്ല, ഇതൊരു വസ്തുതയാണ്. കാരണം ഒരു രാഗം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് രാഗത്തിൻ്റെ ഏതെങ്കിലും ഛായയാണല്ലോ, രാഗം മുഴുവനായിട്ട് കേൾക്കുന്നില്ലല്ലോ. ഇപ്പം പച്ച നിറം എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ, പച്ചയുടെ ഷെയ്ഡല്ലേ ഉള്ളൂ. ഏതു പച്ചയും പച്ചയുടെ ഒരു ഛായയാണ്, കേവലമായൊരു പച്ചയില്ല എന്നതുപോലെ രാഗത്തെ, ഇത് ചെറിയ കാര്യമല്ല. കാരണം പണ്ട് വിജയമാഷൊരു ഫലിതം പറയും, ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു ഒരു പച്ച സാരി മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഭർത്താവ് സന്തോഷപൂർവ്വം വൈകുന്നേരം ഒരു പച്ച സാരി മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഭാര്യ എടുത്തു നോക്കിയിട്ട് പറഞ്ഞു ഇതല്ല ഞാൻ പറഞ്ഞ പച്ച എന്ന് പറഞ്ഞു. മനസ്സിലായോ? കാരണം പച്ചയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു പച്ചയിൽ കാണുന്ന അനുഭവം വേറെ പച്ചയിൽ ഉണ്ടാവില്ല. ഇയാൾ കരുതിയേക്കുന്നത് എല്ലാ പച്ചയും ഒരുപോലെയാണെന്നാണ്. മറിച്ച് പച്ച പല പച്ചകളാണ്. അതുകൊണ്ട് ആ പച്ചക്കദളി കുലകൾക്കിടയ്ക്കിടെ എന്ന് നമ്മുടെ നമ്പ്യാർക്ക് പറയാൻ പറ്റും. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രകൃതമാണ് കേട്ടോ. യാഥാർത്ഥ്യം, ഞാൻ ഇതിൽ നിന്നൊരു പോയിന്റ് കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തോട്ടെ. യാഥാർത്ഥ്യം സത്താപരമായ ഏകതയല്ല. യാഥാർത്ഥ്യം എന്നത് വ്യത്യസ്തതകളാണ്, ഡിഫറൻസാണ്. ഡിഫറൻസിനെ നിങ്ങൾ മാറ്റി കളഞ്ഞാൽ ഫാഷിസായി. നോക്കൂ, ഡിഫറൻസിനെ, വ്യത്യാസങ്ങളെ നമ്മൾ ഒരിക്കലും വൈരുദ്ധ്യങ്ങളായി കാണരുത്. വ്യത്യാസങ്ങൾ പ്രകൃതിയുടെ സഹജ സ്വഭാവമാണ്. ഒരു മരത്തിൽ 100 ഇലയുണ്ടെങ്കിൽ 100 തരമായിരിക്കും, ഒരു സംശയവും വേണ്ട. ഒരിലയും മറ്റൊരിലയുടെ 100% ആവർത്തനമല്ല. അത് കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ ഉണ്ടാവുള്ളൂ. പ്രകൃതി ഒന്നിനെയും അതേപടി ആവർത്തിക്കില്ല. അതുകൊണ്ട് വ്യത്യാസം പ്രകൃതിയുടെ സ്വഭാവമാണ്. നാരായണഗുരു ഒരു സന്ദർഭത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായമാണ് ശരി, ഒരേ ഒരു അഭിപ്രായം, എൻ്റെ അഭിപ്രായം എന്നല്ല, ഒരേ ഒരു അഭിപ്രായമാണ് ശരി എന്ന് പറയുന്നത് പ്രകൃതിക്ക് നിരക്കുന്നതല്ല. മതസാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുരു പറഞ്ഞൊരു വാക്യമാണ്. അത് ഇതിലൊക്കെ നമുക്ക് കാണാം. ഒരു നിറം എന്ന് പറഞ്ഞില്ലല്ലോ, നിറത്തിൻ്റെ അനന്തഭേദങ്ങളേ ഉള്ളൂ. ഒരു രാഗം എന്ന് പറഞ്ഞാൽ ആ രാഗം ആലപിക്കപ്പെട്ട എല്ലാ ഛായകളും ചേർന്നിട്ടാണ് രാഗം. അതിലേതെങ്കിലും ഒരു ഛായ രാഗത്തിൻ്റെ പൂർണ്ണരൂപമല്ല. അതിൽ നിന്ന് ഭിന്നമായൊരു ഛായയിൽ ആ രാഗം എത്തും. അതുകൊണ്ട് ഈ സംഗതികൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രാഗത്തിൻ്റെ ശില്പപരമായ ഭദ്രത നിലനിർത്തിക്കൊണ്ട് തന്നെ രാഗത്തിന് അനന്തമായ ഛായാഭേദങ്ങൾ, ആവർത്തനത്തെ അനന്യമാക്കാൻ കഴിയുകയും അങ്ങ് സംഗതികളെ വികസിപ്പിക്കുകയും അതിനെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തപ്പോൾ ത്യാഗരാജ സംഗീതത്തിന് അനുഭൂതിയുടെ സൂക്ഷ്മഭേദങ്ങളെ ഒരു ഭാഗത്ത് വികസിപ്പിക്കാനും അതേസമയം രാഗശില്പത്തെ ദൃഢീകരിക്കാനും കഴിയും. ഇത് ഡയലക്റ്റിക്കായ ഒരു കാര്യമാണ്. കാരണം ദൃഢമായി തീരുന്ന ഒരു ശില്പപരമായ ദാർഢ്യം വ്യത്യാസങ്ങളെ പൊതുവെ ഇല്ലാണ്ടാക്കുക ചെയ്യാം. പക്ഷേ ഇവിടെ രാഗശില്പം സുദൃഢമായി തീരുന്നു, പക്ഷെ അതിനുള്ളിൽ എന്താ പറയുക, രാഗാനുഭവത്തിൻ്റെ അനന്തഛായകളെ ഇത് കൊണ്ടുവരികയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു ഗായകനും ഒരു ഗായികയ്ക്ക് താൻ അതുവരെ പാടിയ രാഗം മാറ്റിപ്പാടാൻ അവസരമായി. ഒരു ഗായകന് ഒരു രാഗം ഒരാൾ പാടിയതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി മറ്റൊരു നിലയ്ക്ക് പാടാനും അവസരമായി.
അതായത് രാഗം ഒന്നായിരിക്കെ തന്നെ പാട്ട് പലതായി. ഞാൻ പാടിയത് ഞാൻ തന്നെ പാടുന്നില്ല, നീ പാടിയത് ഞാൻ പാടുന്നേ ഇല്ല. പക്ഷെ പാടുന്നതൊക്കെ നീലാംബരി, പാടുന്നതൊക്കെ ഹംസധ്വനിയായിരിക്കുകയും പാട്ട് ഓരോന്നും ഓരോന്നായിരിക്കുകയും ചെയ്യും. അതായത് ഒരു ഭാഗത്ത് ഇതിൻ്റെ സത്താപരമായ ഏകത, മറുഭാഗത്ത് അനുഭവപരമായ അനന്യത. സത്താപരമായി ഏകമായിരിക്കുമ്പോൾ തന്നെ അനുഭവപരമായി അനന്യമാകുന്നു. അതുകൊണ്ട് ഒരു ജനതയുടെ അനുഭൂതിയുടെ സാരസംഗ്രഹം, ഒരു രാഷ്ട്രത്തിൻ്റെ ചൈതന്യം എന്നൊക്കെയുള്ള സത്താപരമായ വാദം ഒരു ഭാഗത്ത് നിൽക്കും. കേൾക്കുന്നവർക്കൊക്കെ അവരവരുടെ വൈയക്തികതയുടെ, വൈകാരികതയുടെ സ്വകാര്യ മണ്ഡലവും നിൽക്കും. അങ്ങനെ വ്യക്തിപരമായ സ്വകാര്യതയെയും വൈകാരികതയെയും രാഷ്ട്രത്തിൻ്റെ സത്താപരമായ ലാവണ്യം എന്ന ഭാവത്തെയും ഒരുപോലെ കൂട്ടിയിണക്കാൻ പോന്ന മട്ടിൽ സാങ്കേതികമായ ഒരു വമ്പൻ മാറ്റമായിട്ട് ഈ സംഗതികളുടെയും കൃതികളുടെയും ഉപയോഗം ത്യാഗരാജ സംഗീതത്തെ മാറ്റി തീർത്തു എന്ന് പറയാം. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം. ത്യാഗരാജ സംഗീതത്തിൻ്റെ സാഹിതീയത നമ്മുടെ ഏതെങ്കിലും ഒരു വാഗ്ഗേയകാരന് ഇല്ലാത്ത അനന്യമായൊരു സാഹിത്യ ഭംഗി വാസ്തവത്തിൽ ത്യാഗരാജ കൃതികൾക്കുണ്ട്. ത്യാഗരാജ കൃതികൾ നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിലൊക്കെ മനസ്സിലാക്കപ്പെട്ടിരുന്നത് അങ്ങനെയല്ല കേട്ടോ. ത്യാഗരാജൻ ഒരു മോശം എഴുത്തുകാരനാണ് എന്നാണ് ആദ്യകാല പണ്ഡിതന്മാർ, ഈ തിരുമല നായിഡുവിനെ പോലെയും അനന്തകൃഷ്ണ ശർമ്മയെപ്പോലെയുള്ള ആളുകൾ സാഹിത്യമൂല്യം കുറഞ്ഞ രചനകളായിട്ടാണ് കണ്ടത്. കെ വി ശ്രീനിവാസ അയ്യങ്കാർ ആശാൻ്റെ രചനാ പിഴവുകൾ അന്നത്തെ പണ്ഡിതന്മാർ തിരുത്തിയതുപോലെ ത്യാഗരാജൻ്റെ രചനാപ്പിഴവുകളൊക്കെ തിരുത്തി ശുദ്ധപാഠം ഈ കെ വി ശ്രീനിവാസ അയ്യങ്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത്രേ. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ പകുതി കഴിയുമ്പോഴേക്കും തെലുങ്ക് സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പ്രതിഭകളിലൊന്നായിട്ട് ത്യാഗരാജൻ മനസ്സിലാക്കപ്പെടാതെ. ഇപ്പം തെലുങ്കിലെ സാഹിത്യ സഞ്ചയം ആകമാനം എടുത്താൽ, ഇപ്പം തെലുങ്കിലെ ശ്രീനിവാസ റാവു എന്ന് പറയുന്ന ടി വി സുബ്രാവു എന്ന് പറയുന്ന അവിടുത്തെ സാഹിത്യ നിരൂപകന്മാരിലൊരാൾ, പ്രാമാണിക നിരൂപകനാണ്. അദ്ദേഹം പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും സമുന്നതരായ സാഹിത്യകാരന്മാർ 3 പേരാണ്. 1 വാൽമീകി, 2 കാളിദാസൻ, 3 ത്യാഗരാജൻ. ഈ നിലവിൽ മനസ്സിലാക്കപ്പെടാൻ തുടങ്ങി. ജി എൻ ബി പറയുന്നുണ്ട്, നമ്മുടെ ജി എൻ ബാലസുബ്രഹ്മണ്യം ഉണ്ടല്ലോ, ജി എൻ ബി വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ആളാണല്ലോ. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എന്തോ തെറ്റ് വന്നിട്ട് മൂപ്പര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത്രേ. ജി എൻ ബി പറയുന്നത് ഈ കീറ്റ്സിൻ്റെ സ്വരമാധുര്യവും ഷെല്ലിയുടെ ചിന്താപരമായ ഗഹനതയും ഒത്തുചേർന്ന സാഹിത്യമാണ് ത്യാഗരാജൻ്റേത്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്നല്ല, മറിച്ച് സാഹിതീയമായൊരു മൂല്യം ഒരുപക്ഷെ കർണാടക സംഗീതത്തിലെ മറ്റേതെങ്കിലും ഒരു വാഗ്ഗേയകാരൻ്റെ കൃതികൾക്ക്, രചനകൾക്ക് കൈവന്നിട്ടില്ലാത്ത സാഹിതീയമായ മൂല്യം ഇതിന് കൈവന്നു. എന്നു മാത്രമല്ല, സാഹിതീയത പ്രധാനമായി തീരുകയും സാഹിതീയതയെ മുൻനിർത്തി വേണം കൃതി ആലപിക്കാൻ എന്ന് കണക്കാക്കുകയും പരമ്പരാഗതമായ ആലാപന രീതിയിൽ മുസിരി സുബ്രഹ്മണ്യരെ പോലുള്ള ആളുകൾ തിരുത്തൽ വരുത്തുകയും ചെയ്തു. മുസിരിയൊക്കെ ത്യാഗരാജനെ പാടുമ്പോൾ ശിഷ്യപരമ്പര ചിട്ടപ്പെടുത്തിയ രീതിയെ ചിലയിടത്തൊക്കെ ലംഘിക്കും. കാരണം ഇതിൻ്റെ സാഹിത്യപരമായ ഉള്ളടക്കത്തെ കൃത്യമാക്കി നിർത്തി ആലപിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യപാരമ്പര്യത്തിൻ്റെ ആലാപന രീതിയോട് മുസിരി ഇടയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്യാഗരാജനെ സംബന്ധിച്ച് ഇത് പാട്ട് മാത്രമല്ല, ഇത് അത്ര തന്നെ പ്രധാനമായ സാഹിത്യവുമാണ്. ഈ സാഹിതീയമായ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക കാലത്ത് മനുഷ്യജീവിതത്തിൻ്റെ ഭിന്നപ്രകാരങ്ങളെ അഭിസംബോധന ചെയ്യാനും ആ ഭിന്നപ്രകാരങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു രചനാമണ്ഡലമായി നിൽക്കാനും സാഹിത്യത്തിന് കഴിയുന്നു എന്ന സങ്കല്പത്തോട് ത്യാഗരാജൻ്റെ സാഹിത്യം ബന്ധപ്പെട്ടു വരുന്നതിൻ്റെ ഫലം. അപ്പം അങ്ങനെ നോക്കിയാൽ ത്യാഗരാജ സംഗീതത്തിലെ സവിശേഷമായ 4-5 ഘടകങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ ഭജന സംഗീതത്തെയും കൊട്ടാര സംഗീതത്തെയും കൂട്ടിയിണക്കുന്ന ഒരു സംയോജന യുക്തി, അതുപോലെ കൃതി എന്ന പുതിയ ജനുസിന് കച്ചേരി സമ്പ്രദായത്തിലും സംഗീത ചരിത്രത്തിലും കൊടുത്ത പുതിയ വലിയ പ്രാധാന്യം, സംഗതികളുടെ അതിസൂക്ഷ്മമായ വിപുലീകരണം വഴി
ഒരു ഭാഗത്ത് വ്യക്തിപരതയെയും മറുഭാഗത്ത് ദേശീയമായ സത്താസങ്കല്പത്തെയും സംഗീതാത്മകമായി സംഗ്രഹിക്കാൻ കൈവന്ന ശേഷി സാഹിതീയതയുടെ അനന്യമായ ഒരു ഉള്ളടക്കം. അത് മനുഷ്യജീവിതത്തിൻ്റെ ഭിന്നപ്രകാരങ്ങളിലേക്ക് കേവല ഭക്തിയോ കേവല സ്തുതിയോ ആവാതെ ആത്മാന്വേഷണങ്ങൾ, തത്വവിചാരങ്ങൾ, ഭക്തി, പ്രണയം, ജീവിതത്തിൻ്റെ ഏതനുഭവവും വന്നു മടങ്ങുന്ന ഒരു മണ്ഡലമായിട്ട് സാഹിത്യത്തെ മാറ്റുന്ന ഒരു രചനാശം. ഈ 4 ഘടകങ്ങൾ ചേർന്ന് വന്നതോടെ ആധുനികനായ ഒരു വ്യക്തിക്ക് തൻ്റെ ആധുനികമായ ആത്മബോധത്തോട് ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരാളായിട്ട് ത്യാഗരാജൻ അദ്ദേഹത്തിൻ്റെ സംഗീതം മാറി. അതുകൊണ്ട് ത്യാഗരാജ സംഗീതത്തിന് ഈ പദവിയാണ് 1930കളാവുമ്പോഴേക്കും അദ്ദേഹത്തെ ഏതാണ്ട് ഒരു 500-600 കൊല്ലത്തെ ചരിത്രമുള്ള കർണാടക സംഗീതത്തിൽ താരതമ്യേന ഏറ്റവും അവസാനത്തെ എടുപ്പിലാണ് ഇദ്ദേഹം വരുന്നതെങ്കിലും ഈ അവസാനത്തെ എടുപ്പിൽ വന്ന ആൾ മറ്റെല്ലാറ്റിനേക്കാളും വലിയ എടുപ്പായി മാറിയത് വാസ്തവത്തിലെ ആധുനികതയുടെ ഈ യുക്തി വിചാരത്തിനകത്താണ്. ഇതെല്ലാ കാലത്തും ഇതുപോലെ തന്നെയായിരിക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ചരിത്രപരമായിട്ട് ഇങ്ങനെ നോക്കാത്ത ആളുകളുണ്ട് കേട്ടോ. ഇപ്പോൾ സാമവേദത്തിൽ നിന്നാണ് ഇത് ഉദിച്ചതെന്ന് കരുതുന്ന ആളുകളുണ്ട്. അതിനോട് പിന്നെ നമുക്ക് വഴക്കൊന്നുമില്ല. അവരവരുടെ വിശ്വാസം അവരവർ കൊണ്ടു നടക്കുക എന്നല്ലാതെ. പക്ഷേ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 500-600 വർഷത്തെ വ്യവസ്ഥാപിത ചരിത്രം. അതിനു മുമ്പ് ഇതിൻ്റെ അടയാളങ്ങൾ പലതുണ്ട്. ഗ്രാമം, മൂർച്ഛന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗീത പ്രയോഗങ്ങളെക്കുറിച്ച് വേദകാലം മുതലുണ്ട്. അത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സംഗീതത്തിൽ എന്ത് റോളാണ് അതിനുള്ളത് എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. ഇപ്പം തില്ലൈസ്ഥാനം തളിച്ചേരി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ഒരു രാജേന്ദ്ര ചോളൻ്റെ ശാസനത്തിൽ ഒരു പരാമർശമുണ്ട്, തളിച്ചേരി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു. ഈ തളിച്ചേരി പെണ്ണുങ്ങൾ നർത്തകികളാണെന്നാണ് നമ്മുടെ ഞാൻ ഇന്നലെ പറഞ്ഞ കപിലാവാത്സ്യായം പറയുക. അല്ലെങ്കിൽ സംഘം കൃതികളിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് പറയുമല്ലോ, അല്ലെങ്കിൽ വിറളികൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലപ്പതികാരത്തിലെ മാധവി. ഇതിനെല്ലാം കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഭരതനാട്യത്തിൻ്റെ പൂർവ്വരൂപമാണെന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ സ്പെക്കുലേറ്റീവായ ഒരു ആർഗ്യുമെൻറ്റ് പുറകോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ അത് ഇന്നത്തെ തളിച്ചേരി പെണ്ണുങ്ങൾ തളിച്ചേരി പെണ്ണുങ്ങൾ എന്ന് പറയുന്ന രാജേന്ദ്ര ചോളൻ്റെ ശാസനത്തിലെ ആ പരാമർശം ഭരതനാട്യ നർത്തകിയുടെ പൂർവ്വസ്ഥാനമാണെന്നൊക്കെ സങ്കല്പിച്ചാൽ ഒരുപാട് പ്രയാസമാണ്. അതെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം എന്നേ പറഞ്ഞോളൂ. അതുപോലെ വേദങ്ങളിലും മറ്റും കാണുന്ന സൂചനകൾ എടുത്തിട്ട് കർണാടക സംഗീതവുമായിട്ട് കൂട്ടിയിണക്കുന്ന വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതിനോട് വഴക്കുണ്ടാക്കാനൊന്നും പറയല്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു 500-600 കൊല്ലത്തെ വ്യവസ്ഥാപിത ചരിത്രം പുരന്ദരദാസനിൽ ക്രോഡീകരിക്കപ്പെട്ട് 20ാം നൂറ്റാണ്ട് വരെ എത്തിയ ഒരു ചരിത്രം നമുക്ക് കാണാം. ഇതിൽ എന്തുകൊണ്ട് ത്യാഗരാജൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആധുനിക കാലത്ത് കർണാടക സംഗീതത്തിന് നമ്മുടെ ദേശീയമായ സന്ദർഭത്തിലും സാംസ്കാരിക സന്ദർഭത്തിലും ആധുനിക വ്യക്തിബോധത്തിലും ത്യാഗരാജ സംഗീതത്തിന് വഹിക്കാൻ കഴിഞ്ഞ സവിശേഷമായ പങ്കും ആ പങ്കിനെ പൂരിപ്പിക്കാനുള്ള ത്യാഗരാജ സംഗീതത്തിൻ്റെ ആഭ്യന്തരമായ ശേഷി, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ത്യാഗരാജ സംഗീതം നാം ഇന്ന് കാണുന്ന ഒരു മഹിമയുറ്റ തലത്തിലേക്ക് എത്തിച്ചേർന്നത്. നിശ്ചയമായിട്ടും അവിടെ എത്തിച്ചേരാൻ പാകത്തിനുള്ള ആഭ്യന്തരമായ വലിപ്പം അതിനുണ്ട്. പക്ഷേ ആ വലിപ്പം കൊണ്ട് മാത്രം ഉണ്ടായതല്ല. മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതിയിൽ അവസാനിക്കുമല്ലോ, ഗോപുച്ഛം എന്ന് പറഞ്ഞ് ത്യാഗരാജ യോഗ വൈഭവം എന്ന് പറയുമല്ലോ. ത്യാഗരാജ യോഗ വൈഭവം, രാജയോഗ വൈഭവം, യോഗ വൈഭവം, വൈഭവം ഭവം എന്നതുപോലെ പലമാതിരി ബലങ്ങൾ ഒരു കാലത്തെ, ഞാൻ പറയുന്നത് ആ കാലത്തിൻ്റെ ആ നിർണായകമായ ട്രാൻസിഷൻ ഫേസിൻ്റെ എല്ലാ തരത്തിലുള്ള സംഘർഷങ്ങളോടും എൻഗേജ് ചെയ്യാൻ കഴിയുന്ന രൂപപരവും സങ്കേതപരവുമായ ഒരയവ് നിലനിർത്തി എന്നതാണ് ത്യാഗരാജ സംഗീതത്തെ പിൽക്കാലത്തേക്ക് വലുതാക്കിയത്, വലിയ ജീവിതം അതിന് കൊടുത്തത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴും അത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ യോഗ വൈഭവം എന്ന് പറയുന്നത് ദീക്ഷിതരെ ഉദ്ദേശിച്ചതിനപ്പുറം ഒരു കാലത്തിൻ്റെ ബലങ്ങളെ സംഗ്രഹിക്കാനുള്ള കലയുടെ സംയോഗശേഷിയാണ്. വാസ്തവത്തിൽ അത് ത്യാഗരാജന് മാത്രമല്ല, ലോകത്തെ മഹിമയുറ്റ കാലത്തിൽ അതിജീവിച്ച ഏത് കലാവസ്തുവിനും ഉള്ള അടിസ്ഥാന ഗുണങ്ങളിലൊന്ന് ഈ യോഗ വൈഭവം ആണ് എന്ന് പറയാം. ഒന്നായിരിക്കലല്ല, ഒന്നാണെന്നുള്ള തോന്നലിൽ പലതായി ജീവിക്കാനുള്ള ഒരു ശേഷിയിലാണ് കല വലുതാവുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.